ആന്തരികമായിട്ടുള്ള അർത്ഥം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയാം. എന്താണ് ഈ ചോദ്യത്തിന്റെ അമൃതാനന്ദനോട് ചോദിക്കുന്നത്? ഗുരുജി, പറഞ്ഞോളൂ. ഗുരുജി, ഞാൻ ബ്രഹ്മജ്ഞാനം, സമാധി, മഹാസമാധിയും മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ചേച്ചിക്ക് ഇപ്പൊ കുറച്ചായതുകൊണ്ട് മാറിപ്പോയതായിരിക്കും. എനിക്ക് സംശയം വരാനുണ്ടായ കാരണം എന്താ വെച്ചാല്, എന്റെ മനസ്സില് ഞാൻ ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോ ആഹ് നമ്മളും ഈശ്വരന്റെ ചൈതന്യം എന്നാണല്ലോ പറയാറ്. അപ്പൊ നമ്മളും ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കലാണ് ബ്രഹ്മജ്ഞാനം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ നാളെ ഒരു ദിവസം ഗുരുജി ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ ഭഗവാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ചിന്തിച്ചതിൽ എന്തോ എവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ അങ്ങനെ എന്റെ മനസ്സിൽ നിന്ന് ഉണ്ടായ ഒരു ചോദ്യമാണ്, അപ്പൊ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പൊ ഇന്നാള് ഗുരുജി ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു തന്നു. നമുക്ക് ഒന്നിനെ കുറിച്ച് ഒരു സംശയം ഇല്ലാത്തൊരു അവസ്ഥയാണ് ബ്രഹ്മജ്ഞാനം. ഇപ്പൊ സൂര്യൻ എങ്ങനെ എന്തുകൊണ്ട് അവിടെ ഉദിക്കണ്, ഞാൻ എന്താ അവിടെ നിൽക്കണ, നമുക്ക് അങ്ങനത്തെ ഒന്നിനെ കുറിച്ച് ഒരു സംശയം ഇല്ലാത്ത ഒരു അറിവ് കിട്ടി. അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞു തന്നു. പക്ഷെ സമാധി, അപ്പൊ പിന്നെ എന്താ, ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ ഞാനും ഈശ്വരനും തമ്മിൽ മാറ്റമില്ല, ഒന്നാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഒരാൾ മരിക്കുമ്പോൾ സമാധി, പിന്നെ മോക്ഷം കിട്ടി, ഒരു റീബർത്ത് ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തി, അതിനാണ് സമാധി എന്ന് പറയാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ പിന്നെ മഹാസമാധി എന്ന് ഞാൻ ഇവിടെ വന്നിട്ടാ കേൾക്കണത്. അത് എനിക്ക് എന്താന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ഇത് മൂന്നും എന്താന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ മതി. ನೋಡಿ, ಅವರು ಬ್ರಹ್ಮಜ್ಞಾನ, ಸಮಾಧಿ, ಮಹಾಸಮಾಧಿ ಇದು ಮೂರ ಏನು ವ್ಯತ್ಯಾಸವನ್ನ ಕೇಳಿದ್ದಾರೆ. ಸೊ ಇದು ಏನು ಅಂತ ಅವ್ರಿಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರು. ಅವ್ರು ಏನ್ ತಿಳ್ಕೊಂಡ್ರು ಬ್ರಹ್ಮಜ್ಞಾನ ಅಂದ್ರೆ ಏನು ಈಶ್ವರ ಮತ್ತೆ ನಾವು ಒಂದೇ ಅನ್ನುವಂಥದ್ದು. ಸೊ ಅವರು ಇನ್ನೊಂದು ತಿಳ್ಕೊಂಡಿದ್ರು. ಈಗ ಗುರುಜಿಗೆ ಬ್ರಹ್ಮಜ್ಞಾನ ಸಿಕ್ಕಿದೆ, ಸೊ ಅವರು ದೇವರ ಸ್ವರೂಪ ಅಂತ ತಿಳ್ಕೊಂಡಿದ್ರು. ಸೊ ಗುರುಜಿ ಮಧ್ಯದಲ್ಲಿ ಕ್ಲಾಸ್ ಅಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ, ನಾನ್ ದೇವರಲ್ಲ, ನಾನ್ ಮನುಷ್ಯನಾಗಿದ್ದೀನಿ ಅಂತ ಹೇಳೋದಿಗೆ ಅವ್ರಿಗೆ ಅದು ಒಂದು ಕ್ವಶನ್ ಮಾರ್ಕ್ ಆಗಿ ಉಳಿತು. ಸೊ ಹಾಗಾದ್ರೆ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳು ಆಗ ದೇವರಾಗಿರಲ್ವಾ ಅಂತ ಅವ್ರಿಗೆ ಅದು ಬಂತು ಅಂತ. ಸೊ ಸೊ ಅವರು ಏನು ಮತ್ತೊಂದು ಇದು ಸಮಾಧಿ ಆ ಸ್ಟೇಜ್ ಅನ್ನ ಅವ್ರು ಏನ್ ತಿಳ್ಕೊಂಡಿದ್ದಾರೆ, ಸೊ ನಾವು ಮೋಕ್ಷಕ್ಕೆ ಹೋಗುವಂತ ದಾರಿ, ಅದರಲ್ಲಿ ಮತ್ತೆ ಇನ್ನೊಂದು ಮಹಾಸಮಾಧಿ ಅಂತ ಬರುತ್ತಲ್ಲ, ಆಗ ಸಮಾಧಿನೇ ಲಾಸ್ಟ್ ಅಲ್ವಾ, ಮತ್ತೇನು ಮಹಾಸಮಾಧಿ ಅಂತ ಬರುತ್ತಾ ಅಂತ. ಸೊ ಅವ್ರಿಗೆ ಅದೊಂದು ಕ್ವಶನ್ ಮಾರ್ಕ್ ಇದೆ. ഓക്കെ, നമ്മൾ ഈ വാസ്കോഡിഗാമയെ പറ്റി സ്കൂളിൽ പഠിച്ചിട്ടില്ല. എന്താ പഠിച്ചേക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയുമോ? ವಾಸ್ಕೋಡ ಗಾಮನ ಬಗ್ಗೆ ನಾವು ಶಾಲೆಯಲ್ಲಿ ಕಲ್ತಿದ್ದೀವಲ್ಲ, ಅದ್ರ ಬಗ್ಗೆ ಏನ್ ಕಲ್ತಿದ್ವಿ, ಯಾರಾದ್ರೂ ಹೇಳ್ತೀರಾ? പോർച്ചുഗീസുകാരനാണ്. ഇവിടെ വന്നു, ഇവിടെ കീഴടക്കി, ട്രേഡിന്റെ കാര്യം പറഞ്ഞു വന്നു, പിന്നെ നമ്മളെ ചതിച്ച് രാജ്യം കീഴടക്കാൻ വേണ്ടി കുറെ ശ്രമം നടത്തി. കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ ആദ്യം? വേറെന്താ? ವಾಸ್ಕೋಡ ಗಾಮ ಏನೋ ಕಂಡು ಹಿಡಿದ್ರು ಅಂತ ಹೇಳಿದ್ರಲ್ವಾ, ಅದೇನು ಅಂತ ಗೊತ್ತಾ? ഇവിടേക്കുള്ള സീ റൂട്ട് കണ്ടുപിടിച്ചു എന്ന് പറയണതാണോ? പുള്ളിയാണ് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം വഴി കണ്ടുപിടിച്ചത്. അപ്പൊ വഴി നേരത്തെ ഉണ്ടായിരുന്നില്ലേ? ആ, വഴി ഉണ്ടായിരുന്നു. വഴി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയായിട്ട് കണ്ടുപിടിച്ചു എന്ന് പുള്ളിയായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആ ഇറയിലുള്ള വ്യക്തികളൊക്കെ അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു. അത് ഇന്ത്യക്കാർ പറയാത്തതുകൊണ്ട്, ഇംഗ്ലീഷ് വെളിയിലുള്ള ആള് പറഞ്ഞുകൊണ്ട് അതിനെ ഗ്രന്ഥങ്ങളിലാക്കി, അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളിലാക്കി അതിനെ അങ്ങ് പബ്ലിഷ് ചെയ്തു. നമ്മുടെ ഭാഷയ്ക്കും നമ്മളുടെ സംസ്കാരത്തിനും അത്രയും റീച്ച് ഇല്ല. കാരണം ഭാരതം എന്ന് പറയുന്നത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഏരിയയാണ്. അവരുടെ ഭാഷ എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇങ്ങനെ തെണ്ടി നടക്കുന്നവർ പറയുന്നതാണല്ലോ എല്ലാവരും അറിയണത്. വലിയ അവരുടെ യാത്ര മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞത്. ವಾಸ್ಕೋಡ ಗಾಮ ಏನ್ ಮಾಡ್ತಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಅವರು ಸಮುದ್ರದ ಮೂಲಕ ಒಂದು ಭಾರತಕ್ಕೆ ಇರುವಂತಹ ಒಂದು ಮಾರ್ಗವನ್ನ ಕಂಡುಹಿಡಿದಿದ್ರು ಅಂತ ಹೇಳಿ ಸೊ ಗ್ರಂಥಗಳಲ್ಲಿ ಉಲ್ಲೇಖಿಸಲಾಗಿದೆ. ಗುರುಜಿ ಏನ್ ಕೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಈ ವಾಸ್ಕೋಡ ಗಾಮ ಕಂಡುಹಿಡಿಯೋದಕ್ಕಿಂತ ಮುಂಚೆ ಏನು ಭಾರತಕ್ಕೆ ಆ ದಾರಿ ಇರ್ಲಿಲ್ವಾ? ಸೊ ನಮ್ಮ ಏನು ಭಾರತದಲ್ಲಿ ಏನು ನಮ್ಮ ಭಾಷೆ ಒಂದು ಮಿತದಲ್ಲಿ ಇದೆ. ಸೊ ಅಂದ್ರೆ ನಮ್ಮ ಭಾರತದ ಅಂದ್ರೆ ಈ ಒಂದು ಪರಿಮಿತಿಯ ಒಳಗಡೆ ಇದೆ. ಸೊ ಅವರ ಭಾಷೆಗಳು ಅಥವಾ ಏನು ಈ ಆಂಗ್ಲರ ಏನು ಇದಿದೆ, ಅದು ಇಡೀ ಪ್ರಪಂಚವನ್ನೇ ವ್ಯಾಪಿಸಿದೆ. ಸೊ ಹಾಗಾಗಿ ಅವ್ರು ಹೇಳಿದ್ದು ಮಾತ್ರ ಗ್ರಂಥಗಳಲ್ಲಿ ಉಲ್ಲೇಖ ಆಯ್ತು ಅಂತ ಹೇಳ್ತಾರೆ. ഈ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല റൂട്ടും പല സാധനങ്ങളും നമ്മുടെ ആദിവാസി ആളുകളാണ് ആ വഴി കണ്ടുപിടിച്ചു കൊടുത്തു കഴിഞ്ഞ് വഴിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെ ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞു. ಈ ಕೇರಳದಲ್ಲಿ ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ, ಅನೇಕ ಏನು ರಸ್ತೆಗಳು ಆ ರೂಟ್ಗಳನ್ನ ಆದಿವಾಸಿ ಜನಾಂಗದವರು ಅವ್ರು ಕಂಡುಹಿಡಿದಿದ್ರು. ಸೊ ಅವರಿಂದ ಈ ಬ್ರಿಟಿಷರು ತಿಳಿದ ಮೇಲೆ ಸೊ ಅವರನ್ನೆಲ್ಲ ಸಾಯಿಸ್ಬಿಟ್ರು ಅಂತ. പക്ഷെ നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്, ഒരാൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പട്ടും മാലയും വള കൊടുത്ത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്.
ಸೊ ನಾವು ನಮ್ಮ ಸಂಸ್ಕೃತಿ ಏನ್ ಕಲ್ಸಿದೆ ಅಂತ ಹೇಳಿದ್ರೆ, ಯಾರಾದ್ರೂ ಒಂದು ಏನಾದ್ರೂ ಒಂದು ಕಂಡಿಡಿದಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಅವ್ರಿಗೆ ಏನು ಆ ಶಾಲ್ಗಳನ್ನೆಲ್ಲ ಧರಿಸಿ ಹಾಕಿ, ಸೊ ಅವ್ರಿಗೆ ಸನ್ಮಾನ ಮಾಡುವಂತದ್ದು ನಮ್ಮ ಸಂಸ್ಕೃತಿ ಕಲ್ಸಿದೆ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസദസ്സുകളിൽ രാജാവിനേക്കാൾ പവറിൽ അവിടെ ഉണ്ടാവുന്ന രാജഗുരുക്കന്മാരാണ്. ಸೊ ರಾಜರ ಸಮ್ಮುಖದಲ್ಲಿ ಸೊ ಅಲ್ಲಿ ರಾಜ ಗುರುಗಳಿಗೆ ಸೊ ಅತಿಯಾದಂತಹ ವ್ಯಾಲ್ಯೂ ಇತ್ತು. അവർക്ക് സത്യവും ധർമ്മവും അറിയാം. ഒരു ജോലി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് രാജാവ് എപ്പോഴും രാജഗുരുവിനോട് ചോദിച്ച് അനുവാദം മേടിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ധർമ്മത്തിനനുസരിച്ച് അവിടെ എന്തെങ്കിലും ചെയ്യാറുള്ളൂ. ಸೊ ಅವ್ರಿಗೆ ಸತ್ಯ ಧರ್ಮ ಅಂತೇಳಿ ಗೊತ್ತಿರುತ್ತೆ. ಅಂದ್ರೆ ಆ ಟೈಮ್ ನಲ್ಲಿ ಸೊ ರಾಜರುಗಳು ಏನಿದ್ದಾರೆ ಅವರು ರಾಜ ಗುರುಗಳ ಹತ್ರ ವಿಷಯಗಳನ್ನ ಕೇಳ್ಬಿಟ್ಟು ಅವರು ಏನೇ ಇದ್ದಿದ್ರು ಮುಂದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ರು. ಸೊ ಅಲ್ಲಿ ಧರ್ಮದ ರೀತಿಯಲ್ಲಿ ಎಲ್ಲವೂ ನಡೆಯುತ್ತಿತ್ತು. സ്ലോവിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഗുരുക്കന്മാർക്ക് ഇത്രമാത്രം പ്രാധാന്യം വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുരു പരമ്പരയാണ് ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് തന്നത്. ಸೊ ಗುರು ಪರಂಪರೆಗೆ ಅಥವಾ ಗುರುಗಳಿಗೆ ಇಷ್ಟೊಂದು ವ್ಯಾಲ್ಯೂ ಬರ್ಲಿಕ್ಕೆ ಕಾರಣ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ನಮ್ಮ ದೇವರನ್ನು ಕೂಡ ಆ ಗುರು ಪರಂಪರೆಯಿಂದ ಗುರುತಿಸಿ ನಮಗೆ ತಿಳಿಸಿದ್ದಾರೆ ಅವರು. നമുക്കൊക്കെ അച്ഛനും അമ്മയുണ്ട്. പക്ഷെ അച്ഛനും അമ്മയും ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അച്ഛനെയും അമ്മയും തല്ലുന്ന മക്കളുണ്ട്, അച്ഛനെയും അമ്മേനെയും ബഹുമാനിക്കാത്ത മക്കളുണ്ട്, അച്ഛനെയും അമ്മേനെയും തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ട്, അച്ഛനും അമ്മയും ഉപേക്ഷിച്ച മക്കളുണ്ട്. ಈಗ ನಮಗೆಲ್ಲ ತಂದೆ ತಾಯಿಗಳಿದೆ. ಸೊ ತಂದೆ ತಾಯಿಗಳನ್ನ ತಿರುಗಿ ನೋಡೋದವ್ರು ಇದ್ದಾರೆ, ತಂದೆ ತಾಯಿಗಳೇ ಬೈಯುವವರು ಇದ್ದಾರೆ, ತಂದೆ ತಾಯಿಗಳಿಗೆ ಒಡೆಯುವವರು ಇದ್ದಾರೆ, ತಂದೆ ತಾಯಿನ ದೂರ ಮಾಡುವವರು ಇದ್ದಾರೆ. ഈ കണ്ടിട്ടുള്ളവരും ഉള്ളവരും കൂടെ ജീവിച്ചവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണ്ട ഇതാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും. ಸೊ ಈ ನೋಡಿದವ್ರಿಗೂ ಜೊತೆಗಿರುವವ್ರಿಗೂ ಅವ್ರಿಗೆ ಪರಿಚಯ ಮಾಡ್ಕೊಡ್ಬೇಕಲ್ಲ, ಇದೇ ನಿಮ್ಮ ತಂದೆ ತಾಯಿ ಅಂತ. അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കുന്ന ഒരു പയ്യന്റെ അടുത്ത് പറയാണ്, മോനെ മോന്റെ അച്ഛന്റെ ആ മാളികയിൽ താമസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആളാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇയാളാണ് കൊച്ചിന് അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുത്തതും ആ കാലഘട്ടത്തിലെ കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതും. ನೋಡಿ, ಅಪ್ಪ ಅಮ್ಮ ಇಲ್ಲದ ಒಂದು ಮಗುವಿಗೆ ಸೊ ಯಾರೋ ಒಬ್ರು ಈಗ ತೋರಿಸ್ಕೊಡ್ತಾರೆ, ಇಲ್ಲಿ ನೋಡಿ ಇಂಥ ಜಾಗದಲ್ಲಿ ಕೂತಿದ್ದಾರೆ, ಇವರು ನಿನ್ನ ತಂದೆ, ಅದು ಇಲ್ಲಿ ಪಕ್ಕದಲ್ಲಿ ಇರೋರು ಇವರೇ ನಿನ್ನ ತಾಯಿ ಅಂತೇಳಿ. ಸೊ ಆ ಪರಿಚಯ ಯಾರು ಮಾಡ್ಕೊಡ್ತಾರೆ? ഇതിനർത്ഥം ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ലാന്നുമല്ല, ആ കുട്ടിയെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു എന്നല്ല. അത് എന്താ കാരണം എന്ന് അറിയണമെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രമേ എന്തുകൊണ്ടാണ് ഈ അച്ഛനും അമ്മയും ഈ മകനെ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയുള്ളൂ. ಸೊ ಇದರ ಅರ್ಥ ಅಂದ್ರೆ ಆತನಿಗೆ ಅವ್ರಿಗೆ ತಂದೆ ತಾಯಿ ಇಲ್ಲ ಅಂತಲ್ಲ. ಸೊ ಇಲ್ಲಿ ಈ ಪರಿಚಯ ಯಾರು ಮಾಡಿಸ್ತಾರೆ, ಸೊ ಅವಾಗ ಅವ್ರು ಹೇಳ್ತಾರೆ ಸೊ ಇದರ ರೀಸನ್ ಏನು, ಅಂದ್ರೆ ಇದು ದೂರ ಆಗ್ಲಿಕ್ಕೆ ಕಾರಣವೇನು ಅಂತ ಅವ್ರು ಹೇಳ್ದಾಗ್ಲೇ ಇದು ತಂದೆ ತಾಯಿ ಇದ್ದಾರೆ, ಸೊ ಏನೋ ಒಂದು ಕಾರಣದಿಂದ ದೂರ ಆಗಿದ್ದಾರೆ ಅಂತ ಗೊತ್ತಾಗುತ್ತೆ. ഇത് നമ്മളൊരു അച്ഛന്റെയും അമ്മയുടെയും ഒരു മകന്റെയും കഥയാണ് പറയുന്നത്. ഇതിന് ബ്രഹ്മം എന്നല്ല പറയുന്നത്. ಇದು ತಂದೆ ತಾಯಿ ಮಗಂದು ಒಂದು ಕಥೆಯನ್ನ ಹೇಳಿರುವಂತದ್ದು, ಇದಕ್ಕೆ ಬ್ರಹ್ಮಂ ಅಂತ ಹೇಳಲ್ಲ. ഇതുപോലെ നമ്മളും ഒരു പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു ഘടകത്തിൽ നിന്ന് വിട്ട് മാറി വന്ന് നമ്മൾ ഇവിടെ ജന്മം കൊണ്ടതാണ്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്തിനു വന്നു ഒന്നും നമുക്കറിയില്ല. ഈ എന്തിനാണ് വന്നേ, എങ്ങനെയാണ് വന്നേ, എപ്പോഴാണ് വന്നേ, ഏത് റൂട്ടായിരുന്നു നിങ്ങൾ എത്തി, എന്തിനാണ് നിങ്ങൾ ജീവിക്കണേ, ഇതെല്ലാം പറഞ്ഞു തരുന്ന നമ്മുടെ സാംസ്കാരികപരമായിട്ട് ഇവിടെ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് അച്ഛനും അമ്മയും പരിചയപ്പെടുത്തിയതുപോലെ ഈ ബ്രഹ്മവുമായിട്ട് പ്രപഞ്ചത്തിന്റെ സകല അറിവുകളും അറിയാവുന്ന അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ഏതെങ്കിലും ഗുരുക്കന്മാരാണ് ഈ വിദ്യകൾ ആത്മവിദ്യ പറഞ്ഞു തരണം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ അമ്മേനെ ഇങ്ങനെ പോയാൽ കാണാം, ഇങ്ങനെ പോയാൽ നിങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദൈവം എന്ന് പറയുന്ന വസ്തുതയുണ്ട്, അതിലേക്ക് എത്തിച്ചേരാൻ ഇന്ന മാർഗങ്ങളുണ്ട്. ഇതൊന്നും നുണയല്ല, ഇതൊന്നും കള്ളമല്ല. എങ്ങനെ ആ കുഞ്ഞ് മാതാപിതാക്കൾ ഇല്ലാതെ അവരിൽ നിന്ന് വിട്ടുമാറി അനാഥനായി ജീവിച്ചോ അതുപോലെ ഇന്ന് നമ്മൾ ഭൂമിയിൽ ദൈവം എവിടെയാണെന്ന് അറിയാൻ പാടില്ലാണ്ട് അനാഥരായിട്ട് വെറുതെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ನೋಡಿ, ಇಲ್ಲಿ ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ, ಈಗ ತಂದೆ ತಾಯಿಯಿಂದ ಈಗ ಆ ಮಗು ದೂರ ಆಗಿರುವಂತಹ ವಿಷಯವನ್ನ ಈಗ ಗುರುಜಿ ಇದಕ್ಕಿಂತ ಮುಂಚೆ ಹೇಳಿದ್ರು. ಸೊ ಇದೇ ರೀತಿಯಾಗಿ ಬ್ರಹ್ಮಾಂಡದಿಂದ ನಾವು ಕೂಡ ಒಂದು ಆ ಕನೆಕ್ಷನ್ ನ ಮಿಸ್ ಆಗಿ ನಾವು ಹೊರಗಡೆ ಇದ್ದೀವಿ. ಸೊ ಆ ಬ್ರಹ್ಮಾಂಡದಿಂದ ನಾವು ಯಾವ ರೀತಿ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀವಿ, ಹೇಗೆ ಬಂದಿದ್ದೀವಿ, ಅಥವಾ ಅದರ ಕಾರಣಗಳೇನು, ಸೊ ಇದು ಯಾರಾದ್ರೂ ನಮ್ಗೆ ಹೇಳ್ಕೊಟ್ಟಾಗ ನಮ್ಗೆ ಗೊತ್ತಾಗುತ್ತೆ, ಓ ನಾವು ಅದರಿಂದ ತಪ್ಪಿ ಬಂದಿದ್ದೀವಿ, ಸೊ ಇಲ್ಲಿ ಅನಾಥರಾಗಿ ನಾವು ಬದುಕ್ತಾ ಇದೀವಿ, ಆ ಕನೆಕ್ಷನ್ ಮಿಸ್ ಆಗಿದೆ. ಸೊ ಅದ್ರ ಬಗ್ಗೆ ಹೇಳ್ತಿದ್ದಾರೆ. ചില കുട്ടികളുണ്ട് ഇങ്ങനെ അനാഥരായിട്ടുള്ള, എനിക്ക് അച്ഛനും അമ്മേനെ ഒന്നും ഇഷ്ടമല്ല, അവരെനിക്കില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമല്ല, അവരൊന്നും ഇല്ല, ഇവരൊക്കെ വൃത്തികെട്ടവരാ. ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എന്താണ് ഈ ലിങ്ക് വിട്ടുപോകാൻ കാരണം, ഞാൻ ഇവിടെ ഇരുന്ന് എന്തോരം കരഞ്ഞു, എൻ്റെ അച്ഛനും അമ്മ ഇതുവരെ എന്നെ തിരിഞ്ഞു നോക്കിയില്ലോ, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം
നമ്മൾ കരയണത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് വാമുറയിട്ട് കരയുണ്ട്. നമ്മുടെ ദൈവം ഇതൊന്നും അറിയണില്ല. കാരണം ഈ ലിങ്ക് ഒക്കെ വിട്ടുപോയി. മാതാപിതാക്കൾ നമ്മൾ ഏതാണെന്ന് അറിയാത്തത് പോലെ തന്നെ നമ്മൾക്ക് ദൈവം ഏതാണെന്ന് അറിയാനുള്ള കണക്ഷനും സകല കാര്യങ്ങളും വിട്ടുപോയി. അത് ഏത് ഡയമെൻഷനിൽ ഇരിക്കണം, എവിടെ ഇരിക്കണം, മുറ്റത്തിന് തൊട്ടപ്പുറം നിൽക്കായിരിക്കും അച്ഛൻ, പക്ഷെ നമുക്കറിയില്ല. എന്നതുപോലെ തന്നെ ദൈവം തൊട്ടടുത്ത് ഇരിപ്പുണ്ടാവും, നമുക്കറിയില്ല. ഈ വിദ്യ അറിയുന്ന വ്യക്തിയാണ് ആത്മവിദ്യ അറിയാവുന്ന ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. ನೋಡಿ ಇಲ್ಲಿ ಏನಾಗಿದೆ ಅಂತಂದ್ರೆ, ಈಗ ಅನಾಥವಾದಂತಹ ಒಂದು ಮಗು ಏನ್ ಹೇಳುತ್ತೆ, ಸೊ ನನಗೆ ನನ್ನ ಹತ್ರ ತಂದೆ ತಾಯಿಗಳು ಬರ್ಲಿಲ್ಲ, ಅವರು ದೂರ ಆಗಿದ್ದಾರೆ, ಸೊ ಅವ್ರ ಬಗ್ಗೆ ಕೆಟ್ಟದಾಗಿ ಬೈಯುವಂಥದ್ದು, ಸೊ ಅವರು ಇಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದು, ಈ ರೀತಿ ಎಲ್ಲ ಮಾಡ್ತಾರೆ. ಸೊ ಅದೇ ರೀತಿ ಈಗ ಏನು ಈ ಬ್ರಹ್ಮಾಂಡದಿಂದ ಆ ಕನೆಕ್ಷನ್ ಒಂದು ಆ ಲಿಂಕ್ ಒಂದು ಮಿಸ್ ಆಗಿರೋದ್ರಿಂದ ನಮಗೆ ದೇವರು ಎಲ್ಲಿದ್ದಾರೆ ಅಂತ ಗೊತ್ತಿಲ್ಲ, ಯಾವ ಡೈಮೆನ್ಷನ್ ಇದ್ದಾರೆ ಅಂತ ಗೊತ್ತಿಲ್ಲ, ಸೊ ಅವರನ್ನ ತಲುಪಲಿಕ್ಕೆ ಯಾವ ಮಾರ್ಗ ಇದೆ ಅಂತ ಗೊತ್ತಿಲ್ಲ. ಸೊ ಹಾಗಾಗಿ ನಾವು ಏನು ಆ ಒಂದು ಕನೆಕ್ಷನ್ ಮಿಸ್ ಆಗಿದೆ, ಆ ಲಿಂಕ್ ಮಿಸ್ ಆಗಿದೆ. ಸೊ ಹಾಗಾಗಿ ಕೆಲವರು ದೇವರಿಲ್ಲ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ബ്രഹ്മത്തെക്കുറിച്ച് അറിയാവുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ്. അതുപോലെ ഈ അനാഥ കൊച്ചിനെ പറ്റി അറിയാവുന്ന വ്യക്തി അത് അതിന്റെ അച്ഛനെ പരിചയപ്പെടുത്തുക ചെയ്തത്. ആ കുട്ടിയുടെ അച്ഛൻ ഇയാളാവില്ല. ഇയാൾക്ക് ആ കുട്ടിയുടെ അച്ഛൻ ആരാന്നറിയാം. അതുകൊണ്ട് ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. ഈ കുട്ടി ആ വഴിയിലൂടെ സഞ്ചരിച്ച് അച്ഛന്റെ അമ്മയുടെ അടുത്ത് എത്തി. ഇതുപോലെ ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാർ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുക്കും, നിങ്ങളെ ഇങ്ങനെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാം. ബ്രഹ്മജ്ഞാനി എങ്ങനെയാ ദൈവമാവണത്? വളരെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലായില്ലേ? വഴി കാണിച്ചു കൊടുക്കുന്ന ഗുരുവാണ്. കാരണം ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ് ബ്രഹ്മജ്ഞാനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അറിവുണ്ട്, എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രഹസ്യം എന്താണെന്ന് അറിയാവുന്ന വ്യക്തി ഭൂമുഖത്ത് വളരെ കുറവേ ഉള്ളൂ, വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് അവരെ ബ്രഹ്മജ്ഞാനികൾ, ഗുരുക്കന്മാരെന്ന് പറയും. ആ ഗുരുക്കന്മാർ ഒരിക്കലും ദൈവമായിട്ട് മാറില്ല. ദൈവം എപ്പോഴും ദൈവമാണ്. ഏതൊരു കുട്ടിക്കും മാതാപിതാക്കൾ എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ, വേറൊരാൾക്ക് ആവാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ വളർത്തി എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ മാതാവോ പിതാവോ എനിക്ക് ആവാൻ പറ്റില്ല. ഞാൻ വളർത്തച്ഛനാവാം, അല്ലെങ്കിൽ നിങ്ങളെ വളർത്തിയ ആളാവാം. നിങ്ങളുടെ മാതാവും പിതാവും വേറെയാണ്. ഇതുപോലെ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് മറ്റൊന്നാണ്, അത് ഒന്നേ ഉള്ളൂ. അതിന് വിവിധ ನೋಡಿ ಇಲ್ಲಿ രൂപങ്ങളും വിവിധ ഘടകങ്ങളും ഉണ്ട്. പ്ലീസ് പറഞ്ഞോളൂ. ನೋಡಿ ಇಲ್ಲಿ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಇವಾಗ ತಂದೆ ತಾಯಿ ಮಿಸ್ ಆದಾಗ ಆ ಮಗನಿಗೆ ಯಾರೋ ಒಬ್ರು ಬಂದ್ಬಿಟ್ಟು ಇದೇ ನಿಮ್ಮ ತಂದೆ ತಾಯಿ ಅಂತ ಹೇಳಿ ತೋರಿಸ್ಕೊಡ್ತಾರೆ. ಆ ತೋರಿಸ್ಕೊಟ್ಟಂತಹ ವ್ಯಕ್ತಿ ಆತನ ತಂದೆ ಅಥವಾ ತಾಯಿ ಅವ್ರು ಆಗಲ್ಲ. ಸೊ ಅವರ ತಂದೆ ತಾಯಿಗಳು ಯಾರಿದ್ದಾರೆ, ಸೊ ಅವ್ರಿಗೆ ತೋರಿಸ್ಕೊಡ್ತಾರೆ, ಒಂದು ಮಾರ್ಗದರ್ಶನ ತೋರ್ಕೊಡ್ತಾರೆ. ಸೊ ಇದೇ ನಿಮ್ಮ ತಂದೆ ತಾಯಿ ಅಂತ ಹೇಳ್ತಾರೆ. ಸೊ ಅದೇ ರೀತಿ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳಾದ ಗುರುಗಳು ಸೊ ಆ ದೇವರನ್ನ ತೋರಿಸ್ಕೊಡ್ತಾರೆ, ಆ ಮಾರ್ಗವನ್ನು ಹೇಳ್ಕೊಡ್ತಾರೆ. ಸೊ ಅವ್ರಿಗೆ ಆ ಬ್ರಹ್ಮಾಂಡದ ರಹಸ್ಯವೂ ಗೊತ್ತಿರುತ್ತೆ. ಸೊ ಆ ದೇವರು ಎನ್ನುವಂಥದ್ದು, ಆ ಸತ್ಯ ಏನಿದೆ, ಸೊ ಅದು ಬ್ರಹ್ಮಜ್ಞಾನಿ ಆದಂತಹ ಗುರುಗಳಿಗೆ ಗೊತ್ತಿರುತ್ತೆ. ಸೊ ಅವರು ತಮ್ಮ ಶಿಷ್ಯರಿಗೆ ಸೊ ಇಂತಹ ಡೈಮೆನ್ಷನ್ ಅಲ್ಲಿ ನೀವು ಹೋದ್ರೆ ಇಲ್ಲಿ ದೇವರು ಸಿಗ್ತಾರೆ, ಸೊ ಆ ಮಾರ್ಗ ಇದೇ ರೀತಿ ಇದೆ, ಆ ಲಿಂಕ್ ಇದೇ ರೀತಿ ಇದೆ, ಆ ಕನೆಕ್ಷನ್ ಅವರು ನೀಡ್ತಾರೆ, ಆ ಜ್ಞಾನವನ್ನ ಅವರು ನಮ್ಮಲ್ಲಿ ತುಂಬಿಕೊಡ್ತಾರೆ. ಸೊ ಹಾಗಾಗಿ ಬ್ರಹ್ಮಜ್ಞಾನಿ ಯಾವತ್ತು ದೇವರಾಗಲ್ಲ. ಸೊ ಆ ಬ್ರಹ್ಮಜ್ಞಾನಿ ಆದವರಿಗೆ ಅದರ ಜ್ಞಾನ ಇರುತ್ತೆ, ಆ ಸಂಪೂರ್ಣ ಜ್ಞಾನ ಇರುತ್ತೆ, ಆ ರಹಸ್ಯ ಏನಿದೆ ಅಂತ ಅವರಿಗೆ ಗೊತ್ತಿರುತ್ತೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ഇനി ഒന്നുകൂടി, ബ്രഹ്മജ്ഞാനിയും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ദൈവം എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതാണ്. അവിടെ നിന്ന് അറിവും ജ്ഞാനവും ഈ പറയുന്ന എല്ലാം അവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ബ്രഹ്മമാണ്. അതിനെ പിന്നെ വേറെ ആരും തെളിയിക്കണ്ട. അതാണ് ദൈവം. പക്ഷെ ഗുരു എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഉള്ളിലെ, അല്ലെങ്കിൽ സ്വന്തം ഉള്ളിലെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം എന്താന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ കൂടി ആ വഴിയിലേക്ക് നയിക്കാൻ പറ്റുന്ന, ഏതൊരു വ്യക്തിയുടെയും ദുഃഖമോ വിഷമോ പ്രശ്നങ്ങളോ എന്തു തന്നെ ആവട്ടെ, അവന്റെ ഉള്ളിലെ ദുഃഖങ്ങളും വിഷമങ്ങളും വേവലാതികളും എല്ലാം മാറ്റി അവിടെ സന്തോഷവും പ്രകാശവും കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്നവൻ ആരാണോ അവനാണ് ഗുരു. അവൻ ഒരിക്കലും ദൈവമല്ല. സ്വയം പ്രകാശിക്കണ്ടോ? ഇല്ല. എനിക്ക് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വേണം. എനിക്ക് സ്വയം പ്രകാശിക്കാൻ പറ്റില്ല. സോ എന്നിൽ പ്രകാശം ഉള്ളത് കൊണ്ട് ഇപ്പൊ കുറേശ്ശെ പ്രകാശം പ്രകടമാവുന്നുണ്ട്. അറിവാകുന്ന പ്രകാശം എന്നിലൂടെ വരുന്നുണ്ട്. അതിന് കാരണം ആരാണ്? എന്റെ കാരണഭൂതനായിട്ടിരിക്കുന്ന ദൈവമാണ്. അപ്പൊ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മണ്ടത്തരം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്റെ വായന്ന് സ്വർണ്ണം എടുക്കുക, എന്റെ കയ്യിൽ നിന്ന് മാല എടുക്കുക, ഇതൊക്കെ മാജിക്കാണ്. ನೋಡಿ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದಾರೆ ಅಂತಂದ್ರೆ, ಈ ಗುರುಗಳಿಗೂ ದೇವರಿಗೂ ಅಥವಾ ಬ್ರಹ್ಮಜ್ಞಾನಿಗೂ ದೇವರಿಗೂ ಅಲ್ಲಿ ಏನ್ ವ್ಯತ್ಯಾಸ ಇದೆ ಅಂತ ಹೇಳಿದ್ರೆ, ಈ ದೇವರು ಅನ್ನುವಂಥದ್ದು ಸ್ವಯಂ ಪ್ರಕಾಶಗೊಳ್ಳುವಂಥದ್ದು. ಸೊ ಅಲ್ಲಿಂದಲೇ ನಮಗೆ ಎಲ್ಲವೂ ಬರುವಂಥದ್ದು, ಅದು ಸ್ವಯಂ ಪ್ರಕಾಶಗೊಳ್ಳುವಂಥದ್ದು. ಈ ಗುರುಗಳು ಅಂತ ಏನಿದ್ದಾರೆ, ಸೊ ಅವರು ಉಳಿದವರ ಏನು ಒಳಗಡೆ ಏನು ಕತ್ತಲೆ ಇದೆ, ಸೊ ಅಲ್ಲಿ ಅದನ್ನ ಬೆಳಗಿಸುವಂತವ್ರು. ಈಗ ಶಿಷ್ಯರ ಮೂಲಕ ಆಗ್ಲಿ, ಸೊ ಅವರೊಳಗಿನ ಕತ್ತಲೆಯನ್ನ ಬೆಳಗಿಸಿ ಏನು ಹೊರತರುವಂತಹವರು ಗುರುಗಳು ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ.
ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ. കാരണം എവിടെയൊക്കെയോ അവരൊരിക്കലും ചിന്തിച്ചില്ല ടെക്നോളജിയോ ലോകമോ ഇങ്ങനെ വളരുമെന്ന്. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്വർണം എടുക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം സാധനം പിന്നെ എടുക്കാം നിങ്ങൾ പറ. എനിക്ക് വാഹനം വേണ്ട, ഇന്ധനം വേണ്ട, യാത്ര ചെയ്യേണ്ട, ഒന്നും വേണ്ട, ഇല്ലേ? പക്ഷെ ഞാൻ ഇങ്ങനെ സ്വർണം എടുക്കും, വായന്ന് സ്വർണം എടുക്കും, പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ വള വരും, മാല വരും. പിന്നെ ഞാൻ ജ്വല്ലറി ഉണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നേച്ചാൽ മതി. എന്ത് ಸೊ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಕೆಲವರೆಲ್ಲ ಏನೋ ಕೈ ತೋರಿಸಿದ್ರೆ ಅಲ್ಲಿಂದ ಏನೋ ಚಿನ್ನದ ಸರಗಳು ಬರುವಂತದ್ದು ಅಥವಾ ಬಳೆ ಬರುವಂತದ್ದು ಇಂಥದೆಲ್ಲ ಮಾಡ್ತಾರಲ್ವಾ. ಸೊ ಆ ರೀತಿ ನಾನು ಕೂಡ ಮಾಡ್ಬೋದು. ಸೊ ಏನೋ ಈ ಚಿನ್ನ ಎಲ್ಲ ತರಿಸ್ಬಿಟ್ಟು ನಾನೊಂದು ಜ್ಯುವೆಲರಿನೇ ಇಟ್ಬಿಡ್ಬೋದಲ್ಲ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ಸೊ ನನಗೆ ಇಂಧನ ಬೇಕಾಗಿಲ್ಲ, ಗಾಡಿ ಬೇಕಾಗಿಲ್ಲ, ಯಾವ್ದು ಬೇಕಾಗಿಲ್ಲ, ಎಲ್ಲವೂ ಇದರಿಂದ ಬರುತ್ತಲ್ವಾ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ഇതൊന്നും ബ്രഹ്മജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളല്ല. അപ്പൊ പറയും ബ്രഹ്മജ്ഞാനിക്ക് സിദ്ധി ഇല്ലെന്ന്. സിദ്ധി ഒരിക്കലും കാണിക്കാനുള്ളതല്ല. സിദ്ധി എവിടെയാണ്? എനിക്ക് ബ്രഹ്മം എന്താണെന്നറിയാം, എനിക്ക് ബ്രഹ്മലോകത്ത് പോകണം, അതൊരു സിദ്ധിയാണ്. ഞാൻ പോവും, അറിയും, തിരിച്ചു വരും. നിങ്ങളെയും കൊണ്ടോണില്ലേ? നിങ്ങളും ദൈവത്തെ കാണുന്നില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ കാണുന്നത്? ഞാൻ കാണാത്തതാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ട് വേണം, ഇന്ന സ്ഥലത്ത് പോരെ, ഞാൻ ഇങ്ങനെ ഒരു 3D സിനിമ കാണുന്ന തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഇല്ലെങ്കിലോ, അയ്യോ ഇവിടെ എങ്ങാണ്ടാണ്ടായിരുന്നു, ചുമ്മാ തള്ളാണ്ട് നുണയും പറയാണ്ട് പോടവേന്നും പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകൂലേ? അനിലെ, ನೋಡಿ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಈ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳಲ್ಲೂ ಕೂಡ ಒಂದು ಸಿದ್ಧಿ ಇರುತ್ತೆ. ಸೊ ಅದರ ಮೂಲಕ ಅವರು ಏನ್ ಮಾಡ್ತಾರೆ, ಆ ಸಿದ್ಧಿನ ತೋರ್ಸ್ಲಿಕ್ಕೆ ಇರುವಂತದ್ದಲ್ಲ, ಅದು ಅನುಭವಿಸ್ಲಿಕ್ಕೆ ಇರುವಂತದ್ದು. ಈಗ ಗುರುಗಳು ಏನಿದ್ದಾರೆ, ಸೊ ಅವರು ಏನು ಬೇರೆ ಡೈಮೆನ್ಷನ್ ಹೋಗ್ಬಿಟ್ಟು ಅಲ್ಲಿ ದೇವರನ್ನು ನೋಡಿ ಬಂದಿದ್ದಾರೆ. ಸೊ ಅದೇ ರೀತಿ ನೀವು ನೋಡ್ತಾ ಇದ್ದೀರಲ್ವಾ, ಸೊ ಅದು ಆ ಸಿದ್ಧಿಯ ಒಂದು ಭಾಗ ಆಗ್ತದೆ. ಸೊ ಅದನ್ನ ತೋರ್ಸ್ಲಿಕ್ಕೆ ಇರುವಂತದ್ದಲ್ಲ ಅಂತ ಹೇಳ್ತಾರೆ. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് കൂട് വിട്ട് കൂട് മാറണമെന്ന്. ആളുകൾ ധരിച്ചു വെച്ചേക്കണത് ഒരു കൂട്ടിന്ന് വിട്ടിട്ട് വേറൊരു കൂട്ടി കയറി ആ കൂട്ടി കൂടെ നടന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് ഈ കൂട്ടിൽ വന്ന് കയറണം. ഇതൊക്കെ പരമമായ ശുദ്ധ മണ്ടത്തരങ്ങളാണ്. ಇನ್ನೊಂದು ಕೆಲವರು ಏನ್ ಹೇಳ್ತಾರೆ, മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് വിട്ടു പോകും. ബ്രഹ്മലോകം എന്താണെന്ന് അറിയും, അനദർ ഡയമെൻഷനിൽ പോയി യാത്ര ചെയ്യും, ചന്ദ്രനിൽ പോകും, പ്ലൂട്ടോയിൽ പോകും, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. എന്നിട്ട് തിരിച്ച് ഇതേ കൂട്ടിൽ വന്ന് കയറും. അത് സൂക്ഷ്മ ശരീരമാണ് ട്രാവൽ ചെയ്യുന്നത്. ನೋಡಿ ಅದು ಈ ಕೆಲವು ಏನ್ ಹೇಳ್ತಾರೆ ಅಂತಂದ್ರೆ, ಈ ಗೂಡು ಬಿಟ್ಟು ಗೂಡಿನಿಂದ ಹೋಗುವಂತದ್ದು ಅಂತ ಹೇಳ್ತಾರಲ್ಲ. ಸೊ ಈ ಗೂಡಿನಿಂದ ಆ ಗೂಡಿಗೆ ಹೋಗಿ ಅಲ್ಲಿ ಏನಿದೆ ಎಲ್ಲವೂ ತಿಳ್ಕೊಂಡು ಬಂದ್ಬಿಟ್ಟು ಸೊ ಮತ್ತೆ ಈ ಗೂಡಿಗೆ ಬರುವಂತದ್ದು, ಅದು ದಡ್ಡತನ. ಅದೆಲ್ಲ ಇರುವಂತದ್ದು ನಮ್ಮ ದೇಹ ಇಲ್ಲೇ ಇರುತ್ತೆ, ನಮ್ಮ ಸೂಕ್ಷ್ಮ ಶರೀರ ಅನ್ನುವಂತಹ ಅದನ್ನ ನೀವು ಗೂಡಾಗಿ ಹೇಳ್ಬೋದು. ಸೊ ಅದು ಬೇರೆ ಲೋಕಗಳಿಗೆ, ಬೇರೆ ಡೈಮೆನ್ಷನ್ಗಳಿಗೆ, ಬ್ರಹ್ಮಲೋಕಕ್ಕೆಲ್ಲ ಹೋಗಿ ಸೊ ಅಲ್ಲಿ ಏನಿದೆ ಎಲ್ಲವನ್ನ ತಿಳ್ಕೊಂಡು ನಂತರ ಆ ಸೂಕ್ಷ್ಮ ಶರೀರ ನಮ್ಮ ದೇಹಕ್ಕೆ ಬಂದು ಸೇರುತ್ತೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ഈ അനുഭവിക്കുന്നത്? ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ. ദൈവത്തെ കണ്ടിട്ടുള്ളവരും അനദർ ഡയമെൻഷനിൽ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ നിങ്ങൾ എങ്ങനെ കൂട് വിട്ട് ഈ ശരീരം വിട്ടു പോവല്ലേ ചെയ്യണത്? അല്ലേ? ഞാൻ മാത്രം വെറുതെ ഇരുന്ന് പറയില്ല. പണ്ട് എന്ത് പറയുന്ന അറിയാവോ? എനിക്ക് എന്ത് നുണ വേണമെങ്കിലും പറയാറുന്നു. അത് എന്നെ പോലെ ഉള്ളവരായിരുന്നില്ല ഇതിന് മുമ്പ് ഉണ്ടായിരുന്നവർ. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കച്ചവടത്തിന് വേണ്ടി കൊണ്ടു നടക്കാറുണ്ട്. എല്ലാവരും അല്ല, അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാത്തവരെവിടെയെങ്കിലും ഒരു ഉപദ്രവം ഇല്ലാണ്ടിരിക്കാറുണ്ട്. അപ്പൊ അവരെന്ത് പറഞ്ഞു? പറഞ്ഞ നുണക്കഥകളും അല്ലെങ്കിൽ എഴുതി വെച്ചത് വായിക്കുന്നവന്റെ അജ്ഞാനത കൊണ്ടും മനസ്സിലാക്കിയത് മറ്റൊന്നാണ്. ನೋಡಿ ಮೊದಲೆಲ್ಲ ಏನ್ ಮಾಡ್ತಾ ಇದ್ರು ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಅವರು ಏನು ತಿಳಿದಿದ್ದಾರೆ ಅಥವಾ ಅವ್ರು ಏನ್ ಸುಳ್ಳನ್ನ ಬರೆದಿದ್ದಾರೆ ಅಥವಾ ಆ ಗ್ರಂಥಗಳಲ್ಲಿ ಏನು ಸುಳ್ಳುಗಳ ಉಲ್ಲೇಖ ಇದೆ, ಸೊ ಅದನ್ನ ನೋಡಿ ಹೇಳ್ತಾ ಇದ್ರು. ಬಟ್ ಇವಾಗ ಆ ರೀತಿ ಅಲ್ಲ. ಸೊ ನಾನು ಏನನ್ನ ಹೇಳ್ತಾ ಇದ್ದೀನಿ, ಸೊ ಅದು ನೀವು ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ. ಸೊ ಹಾಗಾಗಿ ನಾನಿಲ್ಲಿ ಯಾವುದೇ ಸುಳ್ಳು ಹೇಳ್ತಾ ಇಲ್ಲ ಅಂತ ನಿಮಗೂ ಕೂಡ ಗೊತ್ತಾಗುತ್ತೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. എൻ്റെ അടുത്ത് ഒരാൾ ഒരു ബ്രഹ്മജ്ഞാനിയാണെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്നു. അയാൾ പറയണത് മുഴുവൻ അശ്ലീല കഥകളാണ്. പുള്ളി കൂട് പോയിട്ട് വേറെ സ്ത്രീ, കൂട് വിട്ട് കൂടെ പോയി വേറെ ആളുടെ കുടുംബം, ഇങ്ങനത്തെ വൃത്തികെട്ട കഥ മാത്രം പറയും. ഇതിനു വേണ്ടിയിട്ടാണ് പുള്ളി കൂട് വിട്ട് കൂട് മാറുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രഹ്മജ്ഞാനത്തിന് അതിലും നല്ലത് മറ്റേ വേറെ വല്ല പണിക്ക് പോയാൽ പോലെ. ಸೊ ಗುರುಜಿನ ಮೀಟ್ ಮಾಡ್ಲಿಕ್ಕೆ ಒಬ್ರು ಬ್ರಹ್ಮಜ್ಞಾನಿ ಅಂತೇಳಿ ಒಬ್ರು ಬಂದಿದ್ರಂತೆ. ಸೊ ಅವರು ಇದೇ ರೀತಿ ಸ್ವಲ್ಪ ಅಶ್ಲೀಲ ಕಥೆಗಳನ್ನ ಹೇಳ್ತಾ ಇದ್ರು. ಸೊ ಗೂಡು ಬಿಟ್ಟು ಗೂಡಿಗೆ ಹೋಗುವಂತದ್ದು ಇದ್ರ ಬಗ್ಗೆ ಮಾತಾಡ್ತಾ ಇದ್ರು. ಸೊ ಏನು ಬೇರೆ ಸ್ತ್ರೀಗಳ ಜೊತೆ ಹೋಗುವಂತದ್ದು, ಬೇರೆ ಕುಟುಂಬದಲ್ಲಿ ಪ್ರವೇಶ ಮಾಡುವಂತದ್ದು, ಸೊ ಇದ್ರ ಬಗ್ಗೆ ಮಾತಾಡ್ತಾ ಇದ್ರು. ಸೊ ಅಂತವರು ಏನು ಅದು ಬೇರೆ ಕೆಲಸ ಮಾಡ್ಕೊಂಡು ಕೂರ್ಬೋದಲ್ವಾ. ಸೊ ಈ ರೀತಿ ಬ್ರಹ್ಮಜ್ಞಾನಿ ತಿಳ್ಕೊಂಡು ನಡೆಯುವಂತ ಅವಶ್ಯಕತೆ ಇಲ್ಲ ಅಂತ. ബ്രഹ്മജ്ഞാനം കിട്ടുന്നവൻ നിസ്വാർത്ഥനാവുകയാണ്. അല്ലാണ്ട് വല്ലോന്റെ വാതൊക്കെ പോയി മുട്ടുക, വേറെ വല്ലോന്റെ വീട്ടിൽ ചെന്ന് കയറുക, അന്നേരം ബ്രഹ്മജ്ഞാനം ഒന്നും വേണ്ട. 2 കുപ്പി കള്ളു കുടിച്ച് തോന്നിയാസം നടത്തുന്നതിന് പറ്റും. ಸೊ ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഉപദ്രവിക്കാണ്ട്, ആർക്കും ഒരു ദൂഷ്യം വരാണ്ട്, എല്ലാറ്റിനും നല്ലത് വരണേ എന്ന് മാത്രം ആഗ്രഹിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവനായിരിക്കണം.
ಸೊ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳು ಅಂದ್ರೆ ಸೊ ಅವರು ನಿಸ್ವಾರ್ಥರಾಗಿರುವಂತವರಾಗಿರ್ತಾರೆ. ಸೊ ಬೇರೆಯವರಿಗೂ ಕೂಡ ಒಳ್ಳೆಯದನ್ನ ಬಯಸುವವರಾಗಿರ್ತಾರೆ. ಸೊ ಅಲ್ಲದೆ ಈಗ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳು ಅಂತ ಹೇಳಿ ಹೇಗೆ ಬೇರೆಯವರ ಬಾಗಿಲು ಹೋಗಿ ತಟ್ಟುವಂಥದ್ದು, ಸೊ ಬೇರೆಯವರ ಮನೆಗಳಿಗೆ ಪ್ರವೇಶ ಮಾಡುವಂಥದ್ದು. ಸೊ ಆ ರೀತಿ ಏನಾದ್ರೂ ಒಂದು ಎರಡು ಬಾಟ್ಲು ಸಾರಾಯಿ ಕುಡ್ಕೊಂಡು ಹೋಗಿ ಅವ್ರಿಗೆ ಇಷ್ಟ ಬಂದಂತೆ ಇರ್ಬೋದಲ್ಲ. ಸೊ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳು ಅಂದರೆ ಸೊ ಅವರು ನಿಸ್ವಾರ್ಥರಾಗಿರ್ತಾರೆ ಮತ್ತು ಅವರ ಮನಸ್ಸಿನಲ್ಲಿ ಯಾವತ್ತೂ അಷ್ಟേ ಲೋಕ ಸಮಸ್ತ ಸುಖಿನೋ ಭವಂತು ഇത് മാത്രമേ ഇರುತ್ತೆ ಅಂತ. ഈ മാളയും വളയും മാലയും മോതിരമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് കൊടുക്കുന്നതൊന്നും ബ്രഹ്മജ്ഞാനത്തിന്റെ ഭാഗമല്ല. ഇതൊക്കെ മാജിക്കിന്റെ ഭാഗമാണ്. ನೋಡಿ ಈಗ ಬಳೆ, ಉಂಗುರ, ಸರ ಇದನ್ನೆಲ್ಲ ಈ ರೀತಿ ಮಾಡಿ ತೋರಿಸ್ಬಿಟ್ಟು ಕೊಡ್ತಾರಲ್ವಾ. ಸೊ ಇದೆಲ್ಲ ಬ್ರಹ್ಮಜ್ಞಾನದ ಭಾಗ ಅಲ್ಲ, ಇದೆಲ್ಲ ಮ್ಯಾಜಿಕ್ಕಿನ ಭಾಗ ಅಂತ. ഇപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ബോഡിയിൽ ആസ്ട്രൽ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, അത് ബ്രഹ്മജ്ഞാനത്തിന്റെ ഭാഗമാണ്. ಈಗ ನೀವು ಮೆಡಿಟೇಷನ್ ಮಾಡುವವರಿಗೆ ನಿಮ್ಮ ಬಾಡಿಯಲ್ಲಿ ಆಸ್ಟ್ರಲ್ ಟ್ರೀಟ್ಮೆಂಟ್ ನಡೆಯುತ್ತಲ್ವಾ, ಅದು ಬ್ರಹ್ಮಜ್ಞಾನದ ಒಂದು ಭಾಗ. ഇതേ ട്രീറ്റ്മെന്റ് ഡോക്ടർമാർ ചെയ്യേണ്ട, അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ಸೊ ಇದೇ ಟ್ರೀಟ್ಮೆಂಟ್ ಡಾಕ್ಟರ್ಗಳು ಮಾಡ್ತಾರೆ, ಸೊ ಅದು ಟ್ರೀಟ್ಮೆಂಟ್ ನ ಒಂದು ಭಾಗ. അതിന് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും. ಸೊ ಅದಕ್ಕೆ ಮೆಡಿಕಲ್ ಟ್ರೀಟ್ಮೆಂಟ್ ಅಂತ ಹೇಳ್ತಾರೆ. നമ്മൾ ഓരോ ടേമും ഉപയോഗിക്കുന്ന അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ಸೊ ನಾವು ಒಂದೊಂದು ಟರ್ಮ್ ಅಲ್ಲೂ ಉಪಯೋಗ ಮಾಡುವಂತದ್ದು ಅದಕ್ಕೆ ಅದರದೇ ಆದಂತಹ ಅರ್ಥಗಳಿದೆ. ബ്രഹ്മജ്ഞാനിക്ക് ഒരാളെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളല്ല ട്രീറ്റ്മെന്റ് ചെയ്യണം, അത് ബ്രഹ്മത്തിന് ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കും. അത് ബ്രഹ്മം തന്നെ വന്നാണ് ചെയ്തു കൊടുക്കേണ്ടത്. കാരണം ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കർമ്മഫലം വരും, ഞാനല്ല ചെയ്യേണ്ടത്. അത് പോകേണ്ടത് ഇങ്ങനെ തന്നെയാണ്. സാറ്റലൈറ്റ് നമ്മൾ അടുത്ത് നിന്നിട്ടായാലും ഞാൻ നിങ്ങളെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫോണിൽ നിന്ന് ആ ഫോണിലേക്കാണോ സിഗ്നൽ പോകണം? അല്ല, ഇവിടെ നിന്ന് അത് പോകേണ്ടടുത്ത് പോയി അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും തൊട്ടടുത്താണെങ്കിലും വരേണ്ട റൂട്ടിൽ കൂടെ തന്നെ അത് വരുള്ളൂ. ನೋಡಿ ಈ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳು ಒಂದು ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡೋದಾದ್ರೆ ಅಥವಾ ಈ ನಮ್ಮ ಇದರಲ್ಲಿ ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡೋದಾದ್ರೆ ಸೊ ಅವ್ರೇನ್ ಹೇಳ್ತಾರೆ ಅಂತಂದ್ರೆ ನಾವು ಬ್ರಹ್ಮಗೆ ಒಂದು ಅಪ್ಲಿಕೇಶನ್ ನ ಕೊಡ್ತೀವಿ, ಸೊ ಅಲ್ಲಿಂದ ಬಂದು ಆ ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡ್ತಾರೆ. ಸೊ ನಾನೇ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ತಪ್ಪಾಗುತ್ತೆ, ಅದು ನಾನ್ ಮಾಡ್ತಾ ಇರೋಂಥದ್ದಲ್ಲ. ಸೊ ಅದಕ್ಕೆ ಒಂದು ಉದಾಹರಣೆಗಳನ್ನು ಗುರುಜಿ ಏನ್ ಕೊಡ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಈಗ ಪಕ್ಕದಲ್ಲಿ ಒಬ್ಬರು ನಿಂತಿದ್ದಾರೆ, ನಾವು ಅವ್ರಿಗೆ ಫೋನ್ ಕರೆ ಮಾಡ್ತೀವಿ, ಡೈರೆಕ್ಟ್ ಆ ಕರೆ ಹೋಗಲ್ಲ. ಸೊ ಅದು ಸಿಗ್ನಲ್ ಹೋಗ್ಬಿಟ್ಟು ಟವರ್ಗೆ ಅಥವಾ ಸಿಗ್ನಲ್ ಹೋಗ್ಬಿಟ್ಟು ಸೊ ಅಲ್ಲಿಂದ ಬರುತ್ತಲ್ಲ. ಸೊ ಅದೇ ರೀತಿ ಬ್ರಹ್ಮದಿಂದ ಬರುವಂತದ್ದು ಸೊ ಆ ಟ್ರೀಟ್ಮೆಂಟ್ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ഈ ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ ഇല്ലാത്ത ഒരു വിഭാഗമാണ്, വളരെ റയറായിട്ട് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ആ ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാരെ എന്നും ലോകം അതേപോലെ തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സമൂഹം അംഗീകരിക്കണില്ല, കാരണം വേറെ ഒന്നുമില്ല. ഇതൊരു പ്രത്യേക വിഭാഗത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം കൊണ്ട് ഇങ്ങനെ ആയതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മുസ്ലിങ്ങൾ നടു റോട്ടിൽ നിസ്കരിച്ചാലും നമ്മളത് നല്ലതാന്ന് പറയും, ഇല്ലേ? അവർ ട്രെയിനിനകത്ത് നിസ്കരിച്ചാലും നല്ലതാണ്, പ്ലെയിനിനകത്ത് നിസ്കരിച്ചാലും നല്ലതാണ്. ഒരാൾ മൂത്രമൊഴിക്കാൻ പോകേണ്ട റോഡ് ക്ലോസ് ചെയ്തിട്ട് അവിടെ നിസ്കരിച്ചാലും ആ ബാങ്ക് വിളിച്ച് ഉപ്പ നിസ്കരിക്കണം, അതല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് പറയും. ನೋಡಿ ಇಲ್ಲಿ ಏನಾಗಿದೆ ಅಂತಂದ್ರೆ ಈ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳು ಅನ್ನುವಂಥದ್ದು ಭೂಮಿ ಮೇಲೆ ಇರುವಂತದ್ದೇ ಕಡಿಮೆ. ಸೊ ಅದು ಒಂದು ಪ್ರತ್ಯೇಕವಾದಂತಹ ವಿಭಾಗ. ಸೊ ಅದನ್ನ ಈಗಿನ ಸಮೂಹ, ಆಗಿನ ಸಮೂಹ ಆಕ್ಸೆಪ್ಟ್ ಮಾಡ್ತಾ ಇದ್ರು. ಸೊ ಈಗಿನ ಸಮೂಹ ಏನಾಗಿದೆ ಅಂತಂದ್ರೆ ತಮ್ಮ ರಾಜಕೀಯ ಬೇಳೆ ಬೇಯಿಸಿಕೊಳ್ಳಲು ಸೊ ಇಂತಹ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳನ್ನ ಅವರು ದೂರ ಇಡ್ತಾ ಇದ್ದಾರೆ ಅಂತ. ಈಗ ಒಂದು ಎಕ್ಸಾಂಪಲ್ ಹೇಳ್ತಿದ್ದಾರೆ, ಈಗ ಮುಸಲ್ಮಾನರ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ ಅವರಿಗೆ ಅವರ ಆ ನಿಷ್ಕಾರ ಪದ್ಧತಿ, ಅವರ ಪ್ರೇಯರ್ನ ಪದ್ಧತಿ ಏನಿದೆ ಸೊ ಅದು ರೋಡ್ ಅಲ್ಲಾದ್ರೆ ರೋಡ್ ಅಲ್ಲಿ ಅಥವಾ ಯೂರಿನ್ ಪಾಸ್ ಮಾಡೋ ಜಾಗದಲ್ಲಿ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡ್ರೆ ಅಲ್ಲಿ. ಸೊ ಅಲ್ಲಿ ರೋಡ್ ಅನ್ನೆಲ್ಲ ಬ್ಲಾಕ್ ಮಾಡ್ಕೊಂಡು ಅವ್ರು ಕೂರ್ತಾರೆ, ಅವರ ಪ್ರೇಯರ್ ಅನ್ನ ಮಾಡ್ತಾರೆ. ಟ್ರೈನ್ ಅಲ್ಲಿ ಆದ್ರೆ ಟ್ರೈನ್ ಅಲ್ಲಿ, ಫ್ಲೈಟ್ ಅಲ್ಲಿ ಆದ್ರೆ ಫ್ಲೈಟ್ ಅಲ್ಲಿ. ಸೊ ಅವ್ರು ಎಲ್ ಬೇಕು ಅವ್ರಿಗೆ ಆ ಟೈಮ್ ಬಂದಾಗ ಅವ್ರು ಅಲ್ಲಿ ಮಾಡ್ತಾರೆ. അതിന് ആചാരമെന്നല്ല പറയുന്നത്, അതൊരു ജാതി എന്താ പറയുക കോപ്രായെന്നോ അഹങ്കാരം എന്നൊക്കെയാ പറയുന്നത്. കാരണം എൻ്റെ അടുത്ത് ഒമാനിൽ നിന്ന് ഒരു രാജ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ಸೊ ಅದನ್ನ ಏನ್ ಮಾಡ್ತಾರೆ ಅಂತಂದ್ರೆ ಅದನ್ನ ಅಹಂಕಾರ ಅಂತ ಹೇಳ್ಬೋದು. ಸೊ ಈ ಒಂದು ಎಕ್ಸಾಂಪಲ್ ಏನು ಗುರುಜಿ ಕೊಡ್ತಾ ಇದಾರೆ ಅಂತಂದ್ರೆ ಒಮಾನ್ ನಿಂದ ಒಂದು ರಾಜರ ಒಂದು ಫ್ಯಾಮಿಲಿ ಗುರುಜಿ ಆಶ್ರಮಕ್ಕೆ ಬಂದಿತ್ತು. ആ ഫാമിലി വന്നിട്ട് അവർ മുസ്ലിങ്ങളാണല്ലോ, അവർക്ക് മുസ്ലിം ഡ്രൈവേഴ്സിനെ കൊടുത്തേക്കുന്ന മുസ്ലിം ഡ്രൈവേഴ്സിനെ കൊടുത്തു 2 വണ്ടിയിൽ. ഇവർ കാണുന്ന പള്ളിയിൽ കൂടെ ഒക്കെ കയറി എടുക്കുക. അവസാനം ആ ഒമാൻ ഫാമിലി പറഞ്ഞു ഇവരൊന്ന് ഒഴിവാക്കി തരാം, ഇതൊരു ജാതി തുറന്ന ആകാശത്തിന് താഴെ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാന്ന ഖുറാനി പറഞ്ഞേക്കൾ. ഇവർ ഈ കാണുന്ന പള്ളിയിൽ കൂടെ ഒക്കെ കയറി കൊണ്ടുകൊണ്ട് നമ്മുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കുക. അത് നമ്മുടെ സൗകര്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇങ്ങനെ എല്ലാ ദിവസവും പോണ വഴിക്ക് ഇങ്ങനെ കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം നിർത്തി യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞ് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞ ഡ്രൈവർമാരെ മാറ്റിയായിരുന്നു. ಸೊ ಅಲ್ಲಿ ಏನಾಯ್ತು ಅಂತ ಹೇಳಿದ್ರೆ ಅವರು ಬಂದಾಗ ಅವ್ರಿಗೆ ಸ್ವಲ್ಪ ಕಂಫರ್ಟ್ ಆಗ್ಲಿ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಮುಸಲ್ಮಾನ್ ಡ್ರೈವರ್ ಅನ್ನೇ ಅವ್ರಿಗೆ ಡ್ರೈವರ್ ಆಗಿ ನೇಮಿಸಲಾಯ್ತು. ಆದ್ರೆ ಏನ್ ಮಾಡ್ತಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ಈ ಯಾತ್ರೆ ಹೋಗ್ತಾ ಇರ್ಬೇಕಾದ್ರೆ ಸೊ ಅವ್ರು ಎಲ್ಲೆಲ್ಲಿ ಮಸೀದಿಗಳೆಲ್ಲ ಸಿಗುತ್ತೆ ಅಲ್ಲೆಲ್ಲ ಹೋಗಿ ಪ್ರೇಯರ್ ಎಲ್ಲ ಮಾಡ್ತಾ ಇದ್ರು. ಸೊ ಅದಕ್ಕೆ ಅವರು ಒಂಥರ ಕಂಪ್ಲೇಂಟ್ ತರ ಯಾರು ಈ ರಾಜ ಫ್ಯಾಮಿಲಿ, ಒಮಾನ್ ನ ಫ್ಯಾಮಿಲಿ ಏನಿದ್ದಾರೆ ಸೊ ಅವ್ರು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ
ಸೊ ತೆರೆದ ಆಕಾಶದ ಕೆಳಗಡೆ ನಾವು ಕೂತ್ಕೊಂಡು ಪ್ರೇಯರ್ ಮಾಡ್ಬೋದು ಅಂತ ನಮ್ಮ ಇದರಲ್ಲಿ ಹೇಳ್ತಾರೆ. ಸೊ ಆಗ ಇವರು ಏನು ಓದಲ್ಲಿ ಬಂದಲ್ಲಿ ಎಲ್ಲ ಎಲ್ಲಿ ಮಸೀದಿ ಕಾಣ್ತಾರೆ ಅಲ್ಲೆಲ್ಲ ಹೋಗಿ ಪ್ರೇಯರ್ ಮಾಡ್ತಿದ್ದಾರೆ. ಇದು ನಮ್ಮ ಯಾತ್ರೆಗೆ ತೊಂದರೆ ಆಗ್ತಾ ಇದೆ. ಸೊ ಅವರನ್ನ ಬದಲಾಯಿಸಿ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಆ ಡ್ರೈವರ್ ಅನ್ನ ಬದಲಾವಣೆ ಮಾಡಿದ್ರು. ഇത് ഈ നമ്മളിവിടെ ഒരു കഥ പറയും. അവര് പറഞ്ഞു ഞങ്ങൾ ഒറിജിനൽ മുസ്ലിങ്ങളാ, ഞങ്ങൾ പോലും ഇങ്ങനെ ചെയ്യണില്ല, ഇത് എന്തൊരു ഒരു ഒരു ബുദ്ധിമുട്ടാണ്, ഇത് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് പ്രിഫർ ചെയ്യട്ടോ എന്ന് പറയുക ഇത്. ಸೊ ಅವರೇ ಹೇಳಿದ್ರಂತೆ, ಸೊ ನಾವು ಒರಿಜಿನಲ್ ಮುಸಲ್ಮಾನರು ಇದ್ದೀವಿ, ಸೊ ಇಂತಹ ಏನು ಆಚಾರಗಳು ಇದೆ, ಸೊ ಇದು ನಮ್ಮಲ್ಲಿ ಇಲ್ಲ, ಸೊ ಹಾಗಾಗಿ ಅವರನ್ನ ಬದಲಾಯಿಸ್ಕೊಡಿ ಅಂತ ಹೇಳಿ ಅವರೇ ಅದನ್ನ ಹೇಳ್ಬಿಟ್ಟು ಆ ಡ್ರೈವರ್ನ ಬದಲಾವಣೆ ಮಾಡಿದ್ರು. ഇത് പറയണ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇപ്പൊ നമുക്കും പറ്റിയേക്കുന്നത്. ബ്രഹ്മജ്ഞാനി ഏതാണ്, സ്വാമി ഏതാണ്, ഗുരു ഏതാണ് ഒന്നും നമുക്കറിയാൻ പാടില്ല. നമ്മളിതൊക്കെ ദൈവമാണ് ദൈവമാണെന്നാണ് കാണുന്നവരെ കാലയിലൊക്കെ പൂവിട്ടും കാണുന്നവരൊക്കെ തൊഴുതും പിടിച്ച് നടക്കുകയാണ്. നമുക്ക് ദൈവമുണ്ട് പൂജിക്കാൻ, ഗുരുക്കന്മാരുണ്ട് ബഹുമാനിക്കാൻ. ഗുരുതത്വവും ദൈവവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഗുരു തത്വത്തിലൂടെ സഞ്ചരിച്ച് നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതാണ് സമാധി. അത് നമ്മൾ തന്നെ തയ്യാറെടുത്ത് അവിടെ എത്തിച്ചേരുകയാണ്. ಸೊ ಇಲ್ಲಿ ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ, ಕಾಣುವಂತಹ ಏನು ಗುರುಗಳು ಇರ್ತಾರೆ, ಸ್ವಾಮಿಗಳು ಇರ್ತಾರೆ, ಬ್ರಹ್ಮಜ್ಞಾನಿಗಳು ಇರ್ತಾರೆ. ಸೊ ಎಲ್ರಿಗೂ ನಾವು ಅಡ್ಡ ಬಿದ್ದುಬಿಟ್ಟು ಪೂಜೆ ಮಾಡ್ಕೊಂಡು ಅವ್ರ ಕಾಲಿಗೆ ಹೂಗಳನ್ನೆಲ್ಲ ಹಾಕೊಂಡು ಸೊ ಆ ರೀತಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೀವಿ, ಅವರನ್ನೇ ದೇವರಾಗಿಸ್ತಾ ಇದ್ದೀವಿ. ಸೊ ಇಲ್ಲಿ ಏನಿದೆ, ದೇವರು ಅನ್ನುವಂಥದ್ದು ಒಂದು ಗುರುಗಳು ನಮಗೆ ಏನು ಆ ದಾರಿ ತೋರಿಸ್ತಾರೆ. ಸೊ ಆ ದಾರಿ ಮೂಲಕ ಹೋದ್ರೆ ನಮಗೆ ಅಲ್ಲಿ ನಿಜವಾದ ದೇವರು ಏನು ಅಂತ ಗೊತ್ತಾಗುತ್ತೆ, ಆ ಸಂಪರ್ಕ ನಮಗೆ ಸಿಗುತ್ತೆ ಅಂತ ಹೇಳ್ತಾರೆ. ഇനി നമ്മുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ച് വായിച്ചു നോക്കുക. നമ്മളുടെ ബുദ്ധിക്ക് വികാസം തരിക ചെയ്യണത്. അവിടെ ഒരു നാരോ പിടിച്ച വഴിയിലൂടെ കൊണ്ടുപോയിട്ട് ഞാൻ മാത്രം പറയണ സത്യമുള്ളൂ, ഞാനാണ് അവസാനമായിട്ട് എഴുതിയിരിക്കുന്നത്, ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇടുങ്ങിയ മനസ്സാക്കുകയല്ല ചെയ്യുന്നത്. രാമായണമോ മഹാഭാരതോ ഭാഗവതോ ഉപനിഷത്തോ വേദങ്ങളോ ഏത് വായിക്കുന്നവനും അവന്റെ ചിന്താഗതി ഇങ്ങനെ വ്യാപിച്ച് 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 പോകും. അവൻ കൺഫ്യൂസ്ഡ് ആവും. അവൻ വായിച്ച് 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 അതിൽ നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അവൻ അവസാനം അവൻ എത്തേണ്ട തലത്തിൽ എത്തിച്ചേരും. അതാണ് ബ്രഹ്മജ്ഞാനം. ಸೊ ಇಲ್ಲಿ ಏನಿದೆ ಅಂತಂದ್ರೆ, ಈಗ ಬ್ರಹ್ಮಜ್ಞಾನದ ಬಗ್ಗೆ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಾ ಬಂದಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ನಮ್ಮ ರಾಮಾಯಣ ಆಗಲಿ, ಮಹಾಭಾರತ ಆಗಲಿ, ಉಳಿದಂತಹ ಗ್ರಂಥಗಳು, ಉಪನಿಷತ್ತುಗಳು, ಯಾವ ಗ್ರಂಥಗಳಿದೆ, ಸೊ ಅದನ್ನ ನಾವು ಹೋಗ್ತಾ ಇದ್ದಂಗೆ ನಮ್ಮ ಬುದ್ಧಿ ವಿಕಾಸಗೊಳ್ಳುತ್ತಾ ಹೋಗುತ್ತೆ. ವಿಕಾಸಗೊಂಡು ನಾವೇ ಕನ್ಫ್ಯೂಸ್ ಆಗ್ಬಿಡ್ತೀವಿ. ಸೊ ಇಷ್ಟೊಂದು ಡೀಪ್ ಇದೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಅಷ್ಟೊಂದು ವಿಕಾಸವಾಗಿ ಹೋಗಿ ಹೋಗಿ ಆತ ಬ್ರಹ್ಮಜ್ಞಾನಕ್ಕೆ ತಲುಪ್ತಾನೆ. ಅಲ್ಲದೆ ಈ ನ್ಯಾರೋ ಆಗಿ ಒಂದೇ ರೂಟ್ ಹೋಗ್ಬಿಟ್ಟು, ಸೊ ಈ ಕೆಲವೊಂದು ಗ್ರಂಥಗಳು ಹೇಳಿದ್ದಾರೆ, ನಾನೇ ದೇವರು, ನಾನೊಬ್ಬನೇ ದೇವರು ಅಂತ ಕೆಲವೊಂದು ಗ್ರಂಥಗಳಲ್ಲಿ ಉಲ್ಲೇಖಿಸಲಾಗಿದೆ. ಅದನ್ನ ಇಲ್ಲಿ ತಿಳಿಸ್ತಾ ಇಲ್ಲ. ಸೊ ನಾವು ರೆಡಿಯಾಗಿ ಪ್ರಿಪೇರ್ ಆಗಿ ಹೋಗಿ ನಾವು ಕೊನೆಗೆ ಏನು ಸಮಾಧಿಯನ್ನ ನಾವೇ ತಲುಪಬಹುದು ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. കുടുംബത്തിൽ തന്നെ നോക്കി ഒരു പണിയില്ലാണ്ട് ഒരാളിരിക്കുന്ന ആളുടെ മൈൻഡ് നാരോ മൈൻഡ് അവിടെ തമ്മിത്തല്ലും വഴക്കം ഉണ്ടാവുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അയാൾക്ക് ചെയ്യാൻ ജോലിയും തിരക്കുവാണെന്നുണ്ടെങ്കിൽ തമ്മിത്തല്ലിനും വഴക്കിനും നേരം ഉണ്ടാവില്ല. ನೋಡಿ, ಒಂದು ಕುಟುಂಬದಲ್ಲಿ ಆದ್ರೂ ಅಷ್ಟೇ, ಕೆಲಸ ಇಲ್ಲದೆ ಒಬ್ಬ ವ್ಯಕ್ತಿ ಅಲ್ಲೇ ಕೂತ್ಕೊಂಡಿದ್ದಾನೆ ಅಂತಂದ್ರೆ ಅವನ ಮೈಂಡ್ ನ್ಯಾರೋ ಆಗಿ ಥಿಂಕ್ ಮಾಡುತ್ತೆ, ಮತ್ತೆ ಅಲ್ಲಿ ಜಗಳ ಮಾಡ್ಲಿಕ್ಕೆಲ್ಲ ಸಮಯಗಳು ಸಿಗುತ್ತೆ. ಸೊ ಒಬ್ಬ ವ್ಯಕ್ತಿ ಅವನು ಸಂಪೂರ್ಣವಾಗಿ ಅವನಿಗೆ ದಿನ ಬೆಳಿಗ್ಗೆಯಿಂದ ಸಂಜೆವರೆಗೂ ಆತನಿಗೆ ಕೆಲಸ ಇದೆ ಅಂತಂದ್ರೆ ಆತ ತನ್ನ ಕೆಲಸ ಕಾರ್ಯಗಳಲ್ಲಿ ತೊಡಗಿಕೊಂಡಿರ್ತಾನೆ. ಸೊ ಅಲ್ಲಿ ಜಗಳ ಮಾಡ್ಲಿಕ್ಕೆ ಅಥವಾ ಫ್ಯಾಮಿಲಿಯಲ್ಲಿ ಗಲಾಟೆ ಮಾಡ್ಲಿಕ್ಕೆ ಅವನ್ ನಿಲ್ಲಲ್ಲ. നമ്മുടെ വളഞ്ഞ ബുദ്ധി ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും ശിവഭഗവാൻ ഒരു ഭാര്യ പുറത്തും വേറൊരു ഭാര്യ തലയിൽ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. ನಮ್ಮ ಈ ಕುಹುಕ ಬುದ್ಧಿಯಿಂದ ನಾವು ಏನ್ ಮಾಡ್ತೀವಿ, ಆ ಶಿವ ಭಗವಾನ್ಗೂ ಕೂಡ ಇಬ್ರು ಪತ್ನಿಯರಿದ್ದಾರೆ, ಒಂದು ಪತ್ನಿ ಜೊತೆಗಿದ್ದಾರೆ, ಇನ್ನೊಂದು ಪತ್ನಿಯನ್ನ ತಲೆ ಮೇಲೆ ಇಟ್ಕೊಂಡಿದ್ದಾರೆ ಅಂತ ನಾವು ಆ ರೀತಿ ಹೇಳ್ತೀವಿ. ബ്രഹ്മം മുഴുവൻ അറിയാവുന്ന ശിവഭഗവാന് പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും. ഒരു പത്നീനെ എവിടെയും വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ನೋಡಿ, ಬುದ್ಧಿದವರು ನಾವು ಥಿಂಕ್ ಮಾಡ್ಬೋದು. ಆಗಿರುವಂತಹ ಶಿವ ಭಗವಾನಿಗೆ ಸೊ ಒಂದು ಪತ್ನಿಯನ್ನ ಮಡಿಲಲ್ಲೂ ಇನ್ನೊಂದು ಪತ್ನಿಯನ್ನ ತಲೆಯಲ್ಲೂ ಕೂರಿಸ್ಬೇಕಾದ ಅವಶ್ಯಕತೆ ಇದೆಯಾ ಅಂತ ಕೇಳಿದ್ರೆ, ഈ ബുദ്ധി നമുക്കില്ലാതെ, അതായത് നമ്മൾ നാരോ മൈൻഡ് ആയി പോയത് കൊണ്ടാണ് ഈ വായിന്ന് സ്വർണ്ണം എടുക്കുന്നവനെ കാണുമ്പോൾ നമ്മൾ ഓടിപ്പോയി നമസ്കരിക്കണം. ಈ ಬುದ್ಧಿ ನಮಗೆ ಸರಿಯಾಗಿ ಇಲ್ಲದರಿಂದ ಸೊ ಈ ನ್ಯಾರೋ ಮೈಂಡೆಡ್ ಆಗಿರುವಂತಹ ಜನಗಳಿಗೆ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ, ಈ ಬಾಯಿಯಿಂದ ಚಿನ್ನ ತೆಗೆಯುವಂತಹ ಇತರ ಏನು ವ್ಯಕ್ತಿಗಳನ್ನ ಕಾಣೋದಕ್ಕೆ ನಾವು ಹೋಗಿ ಅವರ ಪಾದಕ್ಕೆ ಬಿದ್ದುಬಿಟ್ಟು ಅವರನ್ನೇ ದೇವರು ಅಂತ ತಿಳ್ಕೊಳ್ತೀವಿ. സാക്ഷാൽ പരമശിവന്റെ വായിന്ന് പോലും സലൈവ തുപ്പലമേ വരുള്ളൂ, സ്വർണ്ണം അവിടെ വന്നെ ഞാൻ കണ്ടിട്ടില്ല. ಅಂದ್ರೆ ಸಾಕ್ಷಾತ್ ಏನು ಪರಮಶಿವನ ಬಾಯಿಂದಲೂ ಕೂಡ ಸಲೈವ ಅಂದ್ರೆ ಆ ಎಂಜಲು ಮಾತ್ರ ಬರುವಂತದ್ದು, ಅಲ್ಲದೆ ಅಲ್ಲಿಂದ ಚಿನ್ನ ಬರುವಂತದ್ದು ನಾನೇನ್ ನೋಡಿಲ್ಲ. പാർവതി ദേവി കുളിക്കാൻ പോയിട്ടുണ്ടല്ലേ? ദേവിയായിരുന്നു, അവരും കുളിക്കാൻ പോയിട്ടുണ്ട്. ಸೊ ಪಾರ್ವತಿ ದೇವಿ ಸ್ನಾನ ಮಾಡಕ್ ಹೋಗಿದ್ದಾರೆ, ಅವರು ದೇವಿ ಅಲ್ವಾ, ಆದ್ರೂ ಅವ್ರು ಸ್ನಾನ ಮಾಡಕ್ ಹೋಗಿದಾರಲ್ವಾ. അവരുടെ ശരീരത്തിൽ നിന്നുള്ള കുളിക്കുന്ന സമയത്ത് പുരട്ടിയ ചന്ദനവും മഞ്ഞളും കൂടി കുഴച്ചിട്ടാണ് മറ്റൊരു ജീവന് രൂപം കൊടുത്തത്. ಸೊ ಅವರ ಏನು ದೇಹಕ್ಕೆ ಹಚ್ಚಿರುವಂತಹ ಆ ಗಂಧದಿಂದ ಮತ್ತೊಂದು ಲೇಪನದಿಂದ ಇನ್ನೊಂದು ಜೀವಿಗೆ ಏನು ಏನು ಜೀವ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತ.
ഇതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ശരീരത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ കോശങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന് ഇങ്ങനെയാണ് ഒരു വസ്തുവിന് രൂപപ്പെടുന്നത്. ಸೊ അതിനെ ಇದನ್ನ അത്ര വ്യാപ്തിയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോഡ് മൈൻഡ് ആയി പോണം. ನಾವು ಅದನ್ನ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ತಿಳ್ಕೊಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ನಮ್ಮ ದೇಹದಿಂದ ಅಂದ್ರೆ ಅದರ ಆ ಕೋಶದಿಂದ ಕೂಡ ಏನು ಆ ಜೀವದ ಸೃಷ್ಟಿ ಆಗುತ್ತೆ. ಸೊ ನಾವು ಅದನ್ನ ತಿಳ್ಕೊಬೇಕು ಅಂತಂದ್ರೆ ನಾವು ಸಂಪೂರ್ಣವಾಗಿ ನಾವು ಅದು ತಿಳ್ಕೊಬೇಕಾಗುತ್ತೆ. നമ്മൾ നാരോ മൈൻഡ് ആയതുകൊണ്ട് നമുക്ക് ശിവഭഗവാന്റെ തലയിൽ ഗംഗാദേവിയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ നദിയുണ്ട്, പാമ്പുണ്ട്, സകല ജീവജാലങ്ങളും, ശരീരത്തിൽ മരവുരി, മൃഗം, എല്ലാ സാധനവും ഉണ്ട്. ശിവം എന്ന് പറഞ്ഞ പ്രപഞ്ചം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അറിവിന്റെ സ്വരൂപമാണ് ഈ പറയുന്ന ശിവഭഗവാൻ. ನೋಡಿ, ಈಗ ಶಿವ ಅಂತ ಹೇಳ್ತೀವಿ, ನಾವು ನ್ಯಾರೋ ಮೈಂಡೆಡ್ ಆಗಿರೋದ್ರಿಂದ ನಾವು ಅಲ್ಲಿ ಆ ಗಂಗಾದೇವಿನ ಮಾತ್ರ ನಾವು ನೋಡ್ತಾ ಇದ್ದೀವಿ. ಸೊ ಅಲ್ಲಿ ಹಾವಿದೆ, ನದಿ ಇದೆ, ಸಕಲ ಜೀವಜಾಲಗಳು ಸೊ ಆ ಇದರಲ್ಲೇ ಇದೆ. ಸೊ ಸಂಪೂರ್ಣವಾಗಿ ನಾವು ತಿಳ್ಕೊಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ನಾವು ಇದನ್ನ ಸಂಪೂರ್ಣವಾಗಿ ಅರ್ಥ ಮಾಡ್ಕೊಬೇಕಾಗುತ್ತೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് കാണിക്കുന്നതിന്റെ ഒരു എന്താ പറയുക, ഒരു ദൈവത്തിന്റെ മനുഷ്യരൂപമാണ് ശിവഭഗവാനിലൂടെ കാണുന്നത്. അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്താണെന്ന് ഒരു പുരുഷൻ പൂർണ്ണമായിട്ടും അനുഭവിച്ച് അറിഞ്ഞ് കൂടെ നിർത്തണം. അവനെ ഒരു പുരുഷനാവണുള്ളൂ. അതാണ് അർദ്ധനാരീശ്വര അവസ്ഥ എന്ന് പറയുന്നത്. അവളുടെ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ അവളോട് ചോദിച്ചിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ചോദിക്കാതെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ, എന്തുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയെന്ന്. അപ്പൊ അർദ്ധനാരീശ്വര അവസ്ഥയിലേക്ക് അവൻ സ്വയം അനുഭവിച്ച് എത്തിക്കഴിയണാണ് ശിവഭഗവാന്റെ ഒരു രൂപം അടുത്ത് ധർമ്മപത്നിയായിട്ട് കാണിക്കുന്നത്. ನೋಡಿ, ಈಗ ಶಿವ ಭಗವಾನ್ನ ನೀವು ನೋಡ್ತಾ ಇರ್ಬೇಕಾದ್ರೆ, ಸೊ ಶಿವ ಭಗವಾನ್ನ ಅರ್ಧನಾರೀಶ್ವರ ಅಂತಾನು ಕೂಡ ಹೇಳ್ತಾರೆ. ಸೊ ಅಂದ್ರೆ ಈಗ ನಾವಾದ್ರೂ ಸರಿ ನಮ್ಮ ಧರ್ಮಪತ್ನಿಯನ್ನ ಅವ್ರ ಹತ್ರ ಕೇಳದೆ, ಅವರ ಸಮಸ್ಯೆಗಳನ್ನ ಅರಿಯದೆ, ಸೊ ಅದನ್ನ ನಾವು ಅರ್ಥ ಮಾಡ್ಕೊಂಡು ನಾವು ತಿಳ್ಕೊಂಡು ನಾವು ಇಬ್ರು ಕೂಡ ಒಂದಾಗಿ ಬದುಕ್ತಾ ಇದ್ದೀವಲ್ವಾ. ಸೊ ಅದನ್ನ ಏನು ಭಗವಾನ್ನ ಅರ್ಧನಾರೀಶ್ವರನ ರೂಪದಲ್ಲಿ ಗಂಡ ಹೆಂಡತಿ ಎರಡು ಒಂದೇ ಒಬ್ಬರೇ ಆಗಿರ್ಬೇಕು, ಒಂದೇ ಜೀವ ತರ ಇರ್ಬೇಕು ಅನ್ನುವಂಥದ್ದನ್ನ ಸೊ ಆ ರೂಪದಲ್ಲಿ ತೋರಿಸಿದ್ದಾರೆ. ഇനി മറ്റൊന്ന് നോക്കുക, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ സ്ത്രീക്ക് കൊടുക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. അതാണ് രണ്ടാമത് കാണിക്കുന്നത്. ಸೊ ಇನ್ನೊಂದು ಎರಡನೇದಾಗಿ ಏನು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸ್ತ್ರೀ ಅನ್ನೋರಿಗೆ ತುಂಬಾ ಎತ್ತರದ ಸ್ಥಾನವನ್ನ ಕೊಡಬೇಕು ಅನ್ನುವಂಥದ್ದೇ ತಲೆಯ ಮೇಲೆ ಇಟ್ಕೊಂಡು ಸೊ ಆ ಎರಡನೇ ಸ್ಥಾನವನ್ನ ಅದು ತೋರಿಸ್ತಾ ಇರುವಂತದ್ದು. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്ന് ശരിക്കും ഉള്ളിലേക്ക് ഗ്രഹിക്കണം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ അമ്മയായിരുന്നു നമ്മുടെ ലോകം, അല്ലെ? ನೋಡಿ, ನಿಮಗೆ ಸರಿಯಾಗಿ ಅದನ್ನ ಏನು ಡೀಪ್ ಆಗಿ ನಿಮಗೆ ಅರ್ಥ ಮಾಡ್ಕೋಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಇಲ್ಲಿ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದಾರೆ, ನಮಗೆ ನಾವು ಚಿಕ್ಕದಿರ್ಬೇಕಾದ್ರೆ ನಮ್ಮ ತಾಯಿಯೇ ನಮ್ಮ ಪ್ರಪಂಚ ಆಗಿದ್ಲು ಅಲ್ವಾ. അമ്മ കുളിക്കാൻ പോകുമ്പോഴേക്കും ആ കുളിക്കണം കുളിമുറിയുടെ വാതുക്കെ പോയി നമ്മൾ ഇരിക്കുക. അമ്മയെ കുളി കഴിഞ്ഞോ, സോപ്പിട്ടോ, തോർത്തിയോ, വരാറായോ, ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ലൈവായിട്ട് അറിയണം അമ്മ കുളി കഴിഞ്ഞ് ഇറങ്ങാൻ വന്നോ വന്നില്ലോ എന്നറിയാം. വരുമ്പോ തന്നെ ഓടി കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു. ആ സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുള്ള കാര്യമല്ലേ ഞാനീ പറയണത്. ನೋಡಿ, ಚಿಕ್ಕದ್ರಲ್ಲಿ ನಾವು ಮಕ್ಕಳಾಗಿರ್ಬೇಕಾದ್ರೆ ಏನ್ ಮಾಡ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರೆ, ಈಗ ತಾಯಿ ಸ್ನಾನ ಮಾಡಕ್ ಹೋದ್ರೆ ಆ ತಾಯಿ ಸ್ನಾನ ಮಾಡುವವರೆಗೂ ನಾವು ಅಲ್ಲಿ ಹೊರಗಡೆನೆ ಕಾದು ಕೂತಿರ್ತೀವಿ. ಸೊ ನೀನು ಸೋಪ್ ಹಾಕಿದ್ಯಾ, ನೀನ್ ಸ್ನಾನ ಮಾಡ್ದ, ನೀರ್ ಹಾಕದ, ನೀನ್ ಸ್ನಾನ ಮುಗಿದ ಅಂತೇಳಿ ನಾವು ಕಾಯ್ತಾನೆ ಇರ್ತೀವಿ. ಯಾವಾಗ ಆ ಅಮ್ಮ ಸ್ನಾನ ಮಾಡಿ ಹೊರಗಡೆ ಬರ್ತಾರೆ, ಓಡಿ ಹೋಗಿ ನಾವು ಆಲಿಂಗಿಸ್ಕೊಂಡು ತಬ್ಬಿ ಹಿಡಿದು ಏನು ಮುತ್ತು ಕೊಟ್ಟು ಸೊ ಆಲಿಂಗಿಸ್ಕೊಳ್ತೀವಲ್ವಾ ತಾಯಿಯನ್ನ. ഇത് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കും. നമ്മളുടെ കുട്ടിയും ഇത് തന്നെയല്ലേ നമ്മളുടെ ഭാര്യയുടെ അടുത്ത് പെരുമാറണത്. ಸೊ ಇದೇ ರೀತಿ ನೀವು ಥಿಂಕ್ ಮಾಡಿ ನೋಡಿ, ನಮ್ಮ ಏನು ಮಗು ಅಲ್ವಾ, ನಮ್ಮ ಮಗ ಅಲ್ವಾ ಆ ತನ್ನ ಪತ್ನಿ ಹತ್ರ ಆ ರೀತಿ ಬಿಹೇವ್ ಮಾಡುವಂತದ್ದು. നമ്മുടെ ഭാര്യ ആയ ശേഷം അവർക്ക് നമ്മളും നമുക്ക് അവരും അല്ലാണ്ട് പിന്നെ ആരാ നമ്മൾ അതുപോലെ സ്നേഹിക്കാനുള്ളത്? ಸೊ ನಮಗೆ ಪತ್ನಿಯಾಗಿ ಬಂದ ಮೇಲೆ ಸೊ ನಮಗೆ ಅವರು, ಅವ್ರಿಗೆ ನಾವು ಅಲ್ಲದೆ ನಮಗೆ ಬೇರೆ ಯಾರು ಏನು ಪ್ರೀತಿ ಮಾಡ್ಲಿಕ್ಕಿದೆ? അമ്മ നൽകാത്ത പലതും നൽകി നമ്മളെ പൂർണ്ണനാക്കുന്നത് നമ്മുടെ ഭാര്യ തന്നെയല്ലേ? ಸೊ ತಾಯಿ ನೀಡದ ಹಲವನ್ನವೂ ನೀಡಿ ನಮ್ಮನ್ನ ಸಂಪೂರ್ಣವಾಗಿ ಮಾಡುವಂತದ್ದು ನಮ್ಮ ಪತ್ನಿ ಅಲ್ಲವೇ? ഇനി ലോകത്ത് മറ്റൊരു സ്ത്രീയെ നമുക്ക് കാണാനില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഭാര്യ മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഭാര്യ തന്നെയായിരിക്കില്ലേ? ನೋಡಿ, ಈಗ ಬೇರೆ ಏನು ಹೊರಗಡೆ ನಮ್ಗೆ ಬೇರೆ ಸ್ತ್ರೀಯರನ್ನ ನಾವು ನೋಡ್ಲಿಕ್ಕಿಲ್ಲ. ಸೊ ನಮ್ಮ ಏನು ಪತ್ನಿ ಮಾತ್ರ ಇದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಪ್ರಪಂಚದಲ್ಲಿ ತುಂಬಾ ಏನು ದೊಡ್ಡ ಅಮೂಲ್ಯವಾದದ್ದು ಅಂತ ಹೇಳಿದ್ರೆ ಅಥವಾ ನಮ್ಮ ಪತ್ನಿ ಮಾತ್ರ ಅಲ್ಲವೇ ಇರುವಂತದ್ದು. നമ്മൾ എത്രമാത്രം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഭാര്യയെ സ്നേഹിക്കും. അപ്പൊ ನಾವಾಗ ಎಷ್ಟು ಒಳಗಿಂದೊಳಗೆ ನಾವು ಆ ಪತ್ನಿಯನ್ನ ಪ್ರೀತಿಸ್ತೀವಿ. നമുക്ക് ലോകത്ത് ആരും ഇല്ലാതെയായിട്ട് വേണം നമുക്ക് ആ ഭാര്യയെ അങ്ങനെ സ്നേഹിക്കാൻ. ಅಂದ್ರೆ ಲೋಕದಲ್ಲಿ ಬೇರೆ ಯಾರು ಇಲ್ಲದಾಗಿ ನಮಗೆ ಆ ರೀತಿ ಏನು ಪ್ರೀತಿ ಕೊಡ್ಬೇಕಾ? എല്ലാവരും ഉള്ളപ്പോ തന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ ഇത് മാത്രമേ എന്റെ ഭാര്യ ഉള്ളൂ എന്ന് അങ്ങ് ചിന്തിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ಸೊ
ಸೊ ಎಲ್ರೂ ಇರ್ಬೇಕಾದ್ರೆ ಬೇರೆ ಬೇರೆ ಏನು ಮಹಿಳೆಯರು ಇರ್ಬೇಕಾದ್ರು ಕೂಡ ಸೊ ನನಗೆ ನನ್ನ ಪತ್ನಿಯೇ ಏನು ಮಾತ್ರ ಇರುವಂತದ್ದು ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಸೊ ಅವ್ರಿಗೆ ಏನು ಸಂಪೂರ್ಣವಾದ ಪ್ರೀತಿ ಕೊಡ್ಲಿಕ್ಕೆ ನಮ್ಮಿಂದ സാധ്യ ആಗುತ್ತಲ್ಲ. ശിവഭഗവാന്റെ തലവും അത് തന്നെയാണ്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം വ്യാപ്തിയോടെ ചിന്തിക്കണം. അല്ലാണ്ട് ശിവഭഗവാൻ ഇവിടെ ഗേൾഫ്രണ്ടും അവിടെ ചിന്ന വീടും ഇവിടെ ഭാര്യയും തലയിൽ വേറൊരു പെണ്ണും അപ്പുറത്ത് വേറെ സ്ത്രീനെ അങ്ങനെയൊന്നും വെച്ചേക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ನೋಡಿ ಅದು ಸರಿಯಾದ ರೀತಿಲಿ ನಾವು ಅರ್ಥ ಮಾಡ್ಕೊಂಡ್ರೆ ಮಾತ್ರ ಅದರ ಮೂಲ ಏನು ಅಂತ ಗೊತ್ತಾಗುತ್ತೆ, ಅದರ ವಿಶಿಷ್ಟತೆ ಏನು ಅಂತ ಗೊತ್ತಾಗುತ್ತೆ. ಸೊ ಅಲ್ಲದೆ ಶಿವಭಗವಾನ್ಗೆ ಇಲ್ಲೊಂದು ಗರ್ಲ್ ಫ್ರೆಂಡ್ ಮತ್ತೊಂದು ಕಡೆ ಮಗದೊಂದು ಕಡೆ ಸೊ ಆ ರೀತಿ ತಲೆ ಮೇಲೆ ಒಂದು ಸೊ ಆ ರೀತಿ ಇಲ್ಲ ಅಂತ. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്കാരെല്ലാവരുടെയും തീരുമാനിച്ച് ഇങ്ങനെ പല പല കഥകൾ എഴുതി നമ്മളിലേക്ക് പതുക്കെ 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 കയറ്റിവിട്ട് ഇംഗ്ലീഷുകാരുടെ കഥകൾ വായിച്ച് ഇംഗ്ലീഷുകാരുടെ സംസ്കാരം നമ്മൾ കടിച്ചു വെച്ച് തിന്ന് ഇംഗ്ലീഷ് സംസ്കാരത്തിൽ ജീവിച്ച് നമ്മൾ എല്ലായിടത്തും തെറ്റ് കാണാൻ തുടങ്ങി. നമുക്ക് തെറ്റ് മാത്രമേ മനസ്സിലാവുള്ളൂ. ಸೊ ನಮ್ಮ ಸಿನಿಮಾದವರು ಏನ್ ಮಾಡಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ಅವರು ಅವರಿಗೆ ಬೇಕಾದಂತಹ ಸ್ಟೋರಿಗಳನ್ನ ಬರೆದ್ಬಿಟ್ಟು ಸೊ ಇಂಗ್ಲಿಷ್ ಅವರ ಮೂವಿಗಳನ್ನ ನೋಡ್ಬಿಟ್ಟು ಅಥವಾ ಅವರಿಂದ ಅವರ ಸಂಸ್ಕೃತಿಯನ್ನ ಕದ್ದು ತಂದ್ಬಿಟ್ಟು ಸೊ ನಮ್ಮ ಸಂಸ್ಕೃತಿಯನ್ನ ಹಾಳು ಮಾಡುವಂತಹ ಕೆಲಸಗಳನ್ನು ಇವರು ಕೂಡ ಮಾಡಿದ್ದಾರೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ഗുരുക്കന്മാര് മഹാഭാരതവും രാമായണവും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ജനങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. അതില്ലാതെ വന്ന കാലഘട്ടം വന്നപ്പോ ശ്രീകൃഷ്ണന് 16,008 ഭാര്യയായിട്ട് മാറി. ശിവഭഗവാന് ഒരു ഭാര്യ ഇവിടെ വേറൊരു ഭഗവാൻ തലയിൽ ഒരെണ്ണത്തിന് ഒളിപ്പിച്ചു വച്ചേക്കുന്നു. എന്നിട്ട് പാർവതി ദേവി അത് പോയി കണ്ടുപിടിച്ചു. ഇങ്ങനെയുള്ള ഓരോ ഹുക്കപ്പ് സ്റ്റോറി പറഞ്ഞ് ദൈവത്തിനേക്കാൾ വലുത് ഗുരുവിനാവണം. അതിനു വേണ്ടിയിട്ട് ഗുരുവിന് ദൈവത്തിനെ അങ്ങോട്ട് താത്തിക്കെട്ടി. എന്നിട്ട് എന്റെ കഥ ഭയങ്കര ഇങ്ങനെയായിരുന്നു അല്ലേ ആ കഥ എന്ന് കേൾക്കും. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ടി വിയിൽ എന്തെങ്കിലും നല്ല ന്യൂസ് കാണണ്ടോ? ഇല്ല. ആരെങ്കിലും റേപ്പ് ചെയ്തു, എവിടെയെങ്കിലും കള്ളത്തരം ചെയ്തു, ആരെങ്കിലും പിടിച്ചു പറിച്ചു, അവിടെ ബോംബിട്ടു, ഇവിടെ തല്ലിക്കൊന്നു, ഇവനെ കുത്തി കുഴിച്ചിട്ടു, ഇവന്റെ ശവം തോണ്ടിയെടുത്തു. ഈ തരം കഥ കേൾക്കാനേ നമുക്ക് താല്പര്യമുള്ളൂ. ഒരു നല്ല കഥയും, ഒരു രാമായണം, ഒരു മഹാഭാരതം, ഒരു ഭാഗവതം, ഒരു അല്ലെങ്കിൽ പറഞ്ഞ നവരാത്രിയുടെ കഥകളോ ഇതൊന്നും ഒരു പത്രത്തിലോ ഒരു മീഡിയയിലോ ഒരു ന്യൂസിലോ ഒരു സമയത്തും വരില്ല. ഉള്ള വഷളത്തരം മാത്രമേ കാലത്തൊട്ട് വൈകുന്നേരം ന്യൂസ് ആയിട്ടുള്ളൂ. ನೋಡಿ ಇಂದಿನ ಕಾಲದಲ್ಲಿ ಏನಿದೆ ಆ ಗುರುಗಳು ಅಥವಾ ಗುರು ಪರಂಪರೆ ಗುರುಗಳು ನಮಗೆ ಏನು ಈ ಗ್ರಂಥಗಳನ್ನೆಲ್ಲ ಏನು ಮಹಾಭಾರತ ರಾಮಾಯಣಗಳು ಇದ್ರದೆಲ್ಲ ಹೇಳತಿಗೆ ಸೊ ನಮಗೆ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಎಲ್ಲವೂ ಅರ್ಥವಾಗುತ್ತಿತ್ತು. ಸೊ ಬರ್ತಾ ಬರ್ತಾ ಏನಾಯ್ತು ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ಇವರು ಏನ್ ಮಾಡ್ತಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ಈ ಗುರುಗಳೇ ದೇವರಿಗಿಂತಲೂ ಮೇಲೆ ಅನ್ನುವಂತಹ ರೀತಿಲಿ ಆಗ್ತಾ ಬಂತು. ಸೊ ಹಾಗಾಗಿ ಈಗ ಜನಗಳಿಗೆ ಸೊ ಏನು ಇದರ ಮೇಲೆ ಒಂದು ನಂಬಿಕೆ ಇಲ್ಲದಂತಾಗಿದೆ. ಈಗ ಟಿವಿ ಚಾನೆಲ್ಗಳಲ್ಲಿ ನೀವು ನೋಡಿ ಬರೀ ರೇಪ್ ಮರ್ಡರ್ ಇಂತಹ ಏನು ಬೇಡದಂತಹ ವಿಷಯಗಳೇ ಬರ್ತಾ ಇದೆ. ನಮ್ಮ ಸಂಸ್ಕೃತಿಗೆ ಸಂಬಂಧಪಟ್ಟಂತೆ ನಮ್ಮ ದೇಶಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ಆ ರೀತಿ ಬರುವಂತಹ ವಿಷಯಗಳು ತುಂಬಾ ಕಡಿಮೆ ಆಗಿದೆ. ರಾಮಾಯಣ ಮಹಾಭಾರತಗಳಂತಹ ಈ ಒಂದು ಗ್ರಂಥಗಳ ಬಗ್ಗೆ ಹೇಳುವಂಥದ್ದು ಅಥವಾ ಒಳ್ಳೆದರ ಬಗ್ಗೆ ವಿಶ್ಲೇಷಣೆ ಮಾಡುವಂಥದ್ದು ಟಿವಿ ಚಾನೆಲ್ ಕೂಡ ಇಲ್ಲ. ಅದು ಬರೀ ಕೆಟ್ಟ ನ್ಯೂಸ್ಗಳೇ ತೋರಿಸ್ತಾ ಇರುತ್ತಿದ್ದಾರೆ. ലോകരാജ്യം മുഴുവൻ തല കുത്തിയിരുന്ന് റിസർച്ച് ചെയ്തിട്ട് ഒരു കംപ്ലൈന്റും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ മഹാഭാരതത്തിന്റെ രാമായണത്തിന്റെയും പിന്നാലെ ഇരുന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഇന്ത്യയിലുള്ള കുറെ വൃത്തികെട്ട രാഷ്ട്രീയക്കാർ അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഭാരതീയ സംസ്കാരത്തെ ചുമ്മാതെ അവഹേളിച്ച് അതിനെ മെനകേടാക്കിക്കൊണ്ടിരിക്കും. ഒരടിസ്ഥാനമില്ലാത്ത പല ഗ്രന്ഥങ്ങളും പുകഴ്ത്തി പറയും. എത്രയോ ശ്രേഷ്ഠതയായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തെ ഇകഴ്ത്തി കാണിക്കും. പാകിസ്ഥാൻ രാജ്യം 4ആയിട്ട് വിഭജിക്കാൻ പോവാ. ഇന്ത്യയിൽ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഈ ഇന്ത്യയെ സംരക്ഷിക്കാൻ മാത്രം നമ്മൾ നോക്കിയാൽ പോരെ? ഈ സംസ്കാരത്തെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ പോരെ? നമ്മൾ എന്തിനാ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി ആവശ്യമില്ലാതെ പുഴുക്കുത്തും സംസാരവും പറഞ്ഞ് ഈ വഷളത്തരവും വൃത്തികേടും പറഞ്ഞ് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? ನೋಡಿ ಇಲ್ಲಿ ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಈಗ ಏನು ಪ್ರಪಂಚದ ಎಲ್ಲಾ ದೇಶಗಳು ಏನ್ ಮಾಡ್ತಾ ಇದೆ ಅಂತ ಹೇಳಿದ್ರೆ ಇವಾಗ ಅವರಿಗೆ ಬೇರೆ ವಿಷಯಗಳಿಲ್ಲ. ಸೊ ಅವ್ರು ಏನ್ ತಗೊಳ್ತಿದ್ದಾರೆ ಈ ನಮ್ಮ ರಾಮಾಯಣ ಮಹಾಭಾರತ ಇಂತಹ ವಿಷಯಗಳನ್ನೇ ತೆಗೆದುಬಿಟ್ಟು ಸೊ ಅದರಲ್ಲಿ ಉಳುಕುಡುಕ್ಬಿಟ್ಟು ಸೊ ನಮ್ಮ ಸಂಸ್ಕೃತಿಯನ್ನ ಹಾಳು ಮಾಡುವಂತಹ ಕೆಲಸಗಳನ್ನ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಸೊ ಹಾಗಾಗಿ ನಮ್ಮ ಭಾರತೀಯರು ಕೂಡ ಅಷ್ಟೇ ಅವರ ರಾಜಕೀಯ ಬೇಳೆ ಬೇಯಿಸ್ಕೊಳ್ಳಿಕ್ಕೋಸ್ಕರ ನಮ್ಮ ಗ್ರಂಥಗಳನ್ನಾಗ್ಲಿ ನಮ್ಮ ಪುರಾಣಗಳನ್ನಾಗ್ಲಿ ಸೊ ಆ ಕಥೆಗಳನ್ನೆಲ್ಲ ತಿರುಚಿ ಸೊ ಅದನ್ನ ಏನು ಆ ಸಂಸ್ಕೃತಿನ ಹಾಳು ಮಾಡುವಂತಹ ಹಂತಕ್ಕೆ ತಗೊಂಡೋಗಿದ್ದಾರೆ. ಪಾಕಿಸ್ತಾನ ಕೂಡ ಈಗ ನೋಡಿ ಈಗ ಆ ರೀತಿ ಮಾಡೋದ್ರಿಂದ ಅದು 4ಆಗಿ ವಿಭಜನೆ ಆಗುವಂತಹ ಪರಿಸ್ಥಿತಿಗೆ ಬಂದಿದೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. മഹാഭാരതത്തിന്റെ ഗ്രന്ഥത്തിന്റെ തുടക്കം ഒന്ന് ആലോചിച്ച് നോക്ക്. ഗംഗാദേവിയെ വിവാഹം കഴിച്ച് ശ്രേഷ്ഠമായിട്ട് ജീവിച്ചിരുന്ന ഒരു ഭർത്താവ്, ഗംഗാപുത്രൻ എന്ന് പറയുന്ന ഒരു ഋഷി പോലെയുള്ള വലിയ കഴിവുള്ള ഒരു പുത്രന് ജന്മം നൽകി. അവസാനം അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയി. ശാന്തനു മഹാരാജാവിന് മറ്റൊരു സ്ത്രീയോട് ഇഷ്ടം തോന്നിയപ്പോ മകൻ പോയി വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കുക ചെയ്ത്. മറ്റു മതത്തിൽ കാണണ എങ്ങനെയാ? മറ്റു ഗ്രന്ഥങ്ങളിൽ കേൾക്കണ എങ്ങനെയാ? നേരെ അച്ഛനെ അങ്ങോട്ട് കൊന്ന് കാണാൻ കൊള്ളാവുന്ന പെണ്ണെ അതിനെ സ്വന്തമാക്കി, എന്നിട്ട് സ്വന്തം രാജ്യത്തിന്റെ രാജാവായി. അല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടിച്ചു, എന്നിട്ട് രാജ്യം ഭരിച്ചു. ഒരു 16 ഭാര്യയെ കൂടെ വേറെ ഉണ്ടാക്കി.
തോന്നിവാസം ജീവിച്ചു. ഈ കഥ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. എന്തൊരു നല്ലതാ. എന്നാൽ നമ്മുടെ സംസ്കാരം നമ്മളെ വളരെ ശ്രേഷ്ഠമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും പഠിക്കാനോ പഠിപ്പിക്കാനോ ഇല്ലാതെ പോയതുകൊണ്ടാണ് ദൈവം ഏതാണ് മനുഷ്യൻ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. ഗുരുക്കന്മാർ ഒരിക്കലും ദൈവമല്ല. ನೋಡಿ ಇಲ್ಲಿ ಈಗ ಏನು ಗುರುಗಳು ಆ ಗಂಗಾದೇವಿಯ ಕಥೆಗಳನ್ನು ಮತ್ತು ಶಾಂತನು ಮಹಾರಾಜರ ಆ ಸ್ಟೋರಿಗಳು ಏನಿದೆ, ಸೊ ಅದನ್ನೆಲ್ಲ ಇವಾಗ ಯಾವ ರೀತಿ ತಿರುಚಿ ಈಗ ಏನ್ ಮಾಡಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಸೊ ಒಬ್ಬನಿಗೋಸ್ಕರ ಆತ ಎಲ್ಲರನ್ನೂ ಕೊಲೆ ಮಾಡ್ಬಿಟ್ಟು, ಸೊ ಆತನೇ ಏನು ಶ್ರೇಷ್ಠ ಅನ್ನುವಂತಹ ರೀತಿಯಲ್ಲಿ ಬಂದಿದೆ ಅಂತ ಗುರುಗಳು ಹೇಳ್ತಿದ್ದಾರೆ. ಸೊ ನಮ್ಮ ಸಂಸ್ಕೃತಿಯನ್ನೇ ಹಾಳು ಮಾಡುವಂತಹ ಕೆಲಸಗಳು ಇವಾಗ ನಡೀತಾ ಇದೆ ಅನ್ನುವಂಥದ್ದು ಇದು ಮೂಲ ಉದ್ದೇಶ. അപ്പൊ ഇത്രയും ശ്രേഷ്ഠമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ? ജ്യോതിശാസ്ത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ജ്യോതിഷികളുടെ ശാസ്ത്രം എന്താണെന്നും നമ്മളിൽ എങ്ങനെയാണ് ജ്യോതിഷ പ്രവർത്തിക്കുന്നതെന്നും, വാസ്തു എങ്ങനെയാണ് വാസ്തു നമുക്ക് ഗുണമായിട്ട് വരുന്നത്, എങ്ങനെയാണ് ദോഷമായിട്ട് വരുന്നതെന്നുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചാൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണമെന്ന് വല്ലതിൻ്റെ വരെ ചരിത്രം അല്ലെങ്കിൽ സയൻസ് പരമായിട്ട് ആചാരപരമായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഗുരു പരമ്പരയിലൂടെ മനസ്സിലാക്കുന്ന പല ശാസ്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് സമാധി എന്ന് പറയുന്നത്. അതിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്വന്തം ഈ ലൈറ്റിന്റെ സ്വിച്ച് എങ്ങനെ ഇതുപോലെ ഓൺ ഓഫ് ആക്കുന്നു, അതുപോലെ നമ്മളുടെ ജീവൻ ഈ ഭൂമിയിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ നിന്ന് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പോകാനൊരു കഴിവുണ്ട്. ഇനി അത് കൂടാണ്ട് അതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുണ്ട്. ഈ ശരീരത്തെ, ഈ നമ്മുടെ എനർജിയെ ഇതിൽ തന്നെ പ്രിസർവ് ചെയ്ത് ഭൂമിയിൽ സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കാനുള്ള മറ്റൊരു കഴിവുണ്ട്. ഇങ്ങനെ ഇതിന് അനേക തലങ്ങളുണ്ട്. സമാധികൾ തന്നെ പലതരമുണ്ട്. അതിനകത്ത് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള സമാധിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി. ആ സമാധിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുദേവൻ ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നാ ഉണ്ടോ? ഉണ്ട്. എങ്ങനെ? എനിക്ക് ബോംബെയിൽ ഒരു വീടുണ്ട്, എൻ്റെ കയ്യിൽ താക്കോലുണ്ടെന്ന് വിചാരിക്കുക, പറഞ്ഞു തന്നില്ലേ? ನೋಡಿ ಈಗ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದಾರೆ ಅಂತಂದ್ರೆ, ಈಗ ಈ ಜ್ಯೋತಿಷಾಸ್ತ್ರ, ವಾಸ್ತುಶಾಸ್ತ್ರ ಇದೆಲ್ಲ ಇದೆ ಅಲ್ವಾ, ಸೊ ಇದರ ಗುಣಗಳೇನು, ಸೊ ಇದನ್ನ ಯಾವ ರೀತಿ ಉಪಯೋಗ ಮಾಡ್ಬೇಕು, ಸೊ ಅಂದಿನ ಕಾಲದಲ್ಲಿ ಇದರ ಬಗ್ಗೆ ನಮ್ಗೆ ತಿಳಿ ಹೇಳಲಾಗಿದೆ. ಸೊ ಇದೇ ರೀತಿ ನಮ್ಗೆ ಏನಿದೆ ಈ ಸಮಾಧಿ ಬಗ್ಗೆನೂ ಅಷ್ಟೇ. ಸೊ ನಮ್ಗೆ ಈಗ ಗುರುಗಳು ಒಂದು ಎಕ್ಸಾಂಪಲ್ ಅನ್ನ ಕೊಟ್ರು ಅಲ್ಲಿ, ಈಗ ಸ್ವಿಚ್ ಆನ್ ಮಾಡಿ ಆಫ್ ಮಾಡುವ ರೀತಿಯಲ್ಲಿ. ಸೊ ನಮಗೆ ನಾವು ಆ ಒಂದು ಸ್ಟೇಜ್ಗೆ ನಾವು ತಲುಪಬಹುದು, ನಮ್ಮ ಏನು ಆ ಪ್ರಯತ್ನದಿಂದ ಆ ಸಮಾಧಿಯ ಒಂದು ಇದಕ್ಕೆ ಕೊನೆ ಹಂತಕ್ಕೆ ತಲುಪಬಹುದು. ಇನ್ನೊಂದು ಅದರಲ್ಲಿ ಸಮಾಧಿಯಲ್ಲಿ ಬೇರೆ ಬೇರೆ ಭಾಗಗಳಿದೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ ಗುರುಗಳು. ಸೊ ಇಲ್ಲಿ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ, ನಾವು ಇಲ್ಲೇ ಇದ್ಕೊಂಡು ನಮ್ಮ ಒಂದು ಚೈತನ್ಯವನ್ನ, ಕೆಲಸ ಕಾರ್ಯಗಳನ್ನ ಇಲ್ಲೇ ಮಾಡ್ಕೊಂಡು, ಸೊ ನಾವು ಬೇರೆ ಕಡೆನೇ ಇರುವಂತಹ ಒಂದು ಇದೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ಸೊ ಅದೇ ರೀತಿ ಈಗ ಶ್ರೀನಾರಾಯಣ ಗುರುಗಳು, ಸೊ ಅವರು ಇಲ್ಲಿ ಇದ್ದಾರಾ ಅಂತ ಕೇಳಿದ್ರೆ ಇದ್ದಾರೆ, ಸೊ ಇಲ್ಲಿ ಇಲ್ವಾ ಅಂತ ಕೇಳಿದ್ರೆ ಇಲ್ಲ. ಸೊ ಆ ರೀತಿಯ ಒಂದು ವಿಷಯಗಳನ್ನು ಕೂಡ ಗುರುಜಿ ಇವಾಗ ನಮಗೆ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ഒരു തരത്തിലുള്ള സമാധി ഉണ്ട്. ഞാൻ ഇരുന്നു, ഞാൻ എൻ്റെ പ്രാണൻ എൻ്റെ ബോധത്തോടു കൂടി പുറത്തേക്ക് കളഞ്ഞു, എൻ്റെ പരിപാടി തീർന്നു, എൻ്റെ ശരീരം ദഹിപ്പിച്ച് കളയും. ನೋಡಿ ಒಂದು ರೀತಿಯ ಒಂದು ಸಮಾಧಿ ಇದೆ. ಸೊ ಅದು ಹೇಗೆ ಅಂತಂದ್ರೆ, ಇಲ್ಲಿ ಕೂತ್ಕೊಳ್ತಾರೆ, ಸೊ ಅವರ ಏನು ಪ್ರಾಣ ಹೊರಟೋಗುತ್ತೆ, ಸೊ ದೇಹ ಇಲ್ಲೇ ಇರುತ್ತೆ, ಆ ಸಮಾಧಿ ಇರುತ್ತೆ, ಆ ದೇಹವನ್ನ ಸುಟ್ಟಾಕಲಾಗುತ್ತೆ. ಸೊ ಇದು ಒಂದು ರೀತಿ. മറ്റൊരു സമാധിയുണ്ട്, ജീവനും ബോധവും, ജീവൻ വെളിയിലേക്ക് പോലെ ജീവനും ബോധവും സാക്ഷിയും ഒരുമിപ്പിച്ച് ചേർത്ത് വെച്ച് അതിനെ നമ്മുടെ ശരീരത്തിലെ എനർജി ആക്കി മാറ്റുക. ಸೊ ಇನ್ನೊಂದು ಸಮಾಧಿ ಏನಿದೆ ಅಂತ ಹೇಳಿದ್ರೆ, ಈ ಜೀವ ಬೋಧ ಸಾಕ್ಷ್ಯ ಏನಿದೆ, ಸೊ ಅದನ್ನ ಒಟ್ಟುಗೂಡಿಸಿ ಒಂದು ಎನರ್ಜಿ ಆಗಿ ನಮ್ಮ ದೇಹದಲ್ಲಿ ಇಟ್ಟುಕೊಳ್ಳುವಂಥದ್ದು. ഇപ്പൊ നമുക്കറിയാം, കേന്ദ്രത്തിൽ അവിടെ ഒരു പാർലമെന്റ് ഉണ്ട്. ഓരോ സ്റ്റേറ്റിലും അതിന്റെ മന്ദിരങ്ങളുണ്ട്. ഏത്? സ്റ്റേറ്റ് ഗവൺമെന്റുകളുണ്ട്. അതുപോലെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് തോന്നി, എനിക്ക് ഭൂമിയിൽ ഇനിയും കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, എൻ്റെ തപസ്സിന്റെ ഫലം കൊണ്ട് എനിക്ക് കിട്ടിയത് ഞാൻ ഇനിയും ഭൂമിക്ക് അല്ലെങ്കിൽ ലോകത്തിന് നന്മ ചെയ്യാം, എനിക്ക് ചെയ്യണം എന്നൊരു തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ ഗുരുദേവൻ എന്ത് ചെയ്തു? ഗുരുദേവന്റെ ശരീരത്തെ ഇപ്പോഴും അവിടെ പ്രിസർവ് ചെയ്ത് വച്ചേക്കാണ്. ആ ശരീരം അവിടെ ഉള്ളിടത്തോളം കാലം ആ ശരീരത്തിനെ ബേസ് ചെയ്ത് ആ എനർജിക്ക് എപ്പോഴും ഭൂമിയിൽ പ്രവർത്തിക്കാൻ പറ്റും. ഇനി അങ്ങനെ അല്ലാത്തൊരു ഗുരു ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ ഭൂമിയിൽ ബ്രഹ്മജ്ഞാനം നേടി ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു, അവർക്ക് ഈ ഭൂമിയുമായിട്ട് പിന്നെ ഒരു ബന്ധവുമില്ല. അവർ പരമാത്മ ചൈതന്യവുമായിട്ട് ജോയിൻ ചെയ്തു. അവർക്ക് ഈ ബ്രഹ്മലോകത്ത് പോയി മറ്റുള്ളവർക്ക് ഇതേപോലെ ദൈവത്തെ കാണുന്ന പോലെ കണ്ടറിഞ്ഞ് അനുഭവിച്ച് പോരാ. ഞാൻ ഈ പറയുന്ന ഗുരുക്കന്മാരെയും ഈ ദൈവത്തെയും കണ്ട് അനുഭവിച്ച് അറിഞ്ഞിട്ട് വന്നതാണ്. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഇല്ല. ನೋಡಿ ಈಗ ನಮ್ಮ ಏನು ದೇಶದಲ್ಲಿ ಒಂದು ಕಡೆ ಪಾರ್ಲಿಮೆಂಟ್ ಇದೆ, ಸೊ ಬೇರೆ ಬೇರೆ ಕಡೆ ಏನು ಏನು ಸ್ಟೇಟ್ ಗವರ್ಮೆಂಟ್ ಏನು ಕೆಲಸ ಮಾಡುತ್ತಲ್ವಾ. ಸೊ ಅದೇ ರೀತಿ ನಾವು ಒಂದು ಕಡೆ ಕೂತ್ಕೊಂಡು, ಸೊ ನಮ್ಮ ಶಕ್ತಿಯನ್ನ ಬಳಸಿ ಬೇರೆ ಬೇರೆ ಕಡೆ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನ ಮಾಡಬಹುದು ಅಂತ. ಅದಕ್ಕೆ ನಮ್ಮ ಗುರುದೇವರ ಎಕ್ಸಾಂಪಲ್ ಏನ್ ಕೊಡ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಗುರುದೇವರ
ಆ ದೇಹವನ್ನ ಒಂದು ಕಡೆ ಸೊ ಅಲ್ಲಿ ಇಡಲಾಗಿದೆ. ಸೊ ಅದರ ಏನು ಆ ಚೈತನ್ಯದಿಂದ ಅಥವಾ ಆ ಶಕ್ತಿಯಿಂದ ಬೇರೆ ಬೇರೆ ಕಡೆ ಏನು ಕೆಲಸ ಕಾರ್ಯಗಳು ನಡೀತಾ ಇದೆ. ಇನ್ನೂ ಅನೇಕ ಕೆಲಸಗಳನ್ನು ಅವರು ಮಾಡುವಂತದ್ದಿದೆ. ಸೊ ಹಾಗಾಗಿ ಅವರ ಆ ಕೆಲಸ ಕಾರ್ಯಗಳು ಇಲ್ಲಿ ನಡೀತಾ ಇರುತ್ತೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. മരണം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക അവസ്ഥയാണ്. സ്വാഭാവികം എന്ന് പറയാൻ പാടില്ല, അസ്വാഭാവിക അവസ്ഥയാണ്. നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ಸೊ നമ്മളുടെ പറഞ്ഞു. ಮರಣ ಅನ್ನುವಂಥದ್ದು ಒಂದು ಅಸ್ವಾಭಾವಿಕವಾದಂತಹ ಅವಸ್ಥೆ. ನಾವು ಅದನ್ನ ಯಾವತ್ತೂ ಪ್ರೆಡಿಕ್ಟ್ ಮಾಡಕ್ ಆಗಲ್ಲ. അത് നമ്മുടെ ശരീരത്തിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ, ഇങ്ങനെ ഒരു സാധനത്തെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ ഇത് അതിന്റെ വെളിയിലേക്ക് കടന്നുപോകും. കടന്നു പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ, അയ്യോ എന്നെ വിട്ടുപോയല്ലോ, എനിക്ക് ബുദ്ധിമുട്ടായി. പിന്നെ മൊത്തം പ്രശ്നമാണ് അതോടുകൂടി. ಸೊ ನಮ್ಮ ದೇಹದಲ್ಲಿ ಆ ಇಲಾಸ್ಟಿಸಿಟಿ ಹೇಳುವ ತರ ಅದು ಒಟ್ಟುಗೂಡಿಸಿರುತ್ತೆ. ಸೊ ಅದು ಹೊರಗಡೆ ಹೋದಾಗ ಸೊ ಅದು ನಷ್ಟವಾಗುತ್ತೆ ಅಂತ ಹೇಳ್ತೀವಿ. ചില പിള്ളേര് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി, എനിക്ക് വേണ്ട, കഞ്ഞിയും വേണ്ട, ഒന്നും വേണ്ട. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് മനസ്സിലാവണേ, എന്റെ എല്ലാം പോയാലും തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കണം. ಕೆಲವು ಮಕ್ಕಳು ಏನಾಗುತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ ಮನೆಯಲ್ಲಿ ಜಗಳ ಮಾಡ್ಕೊಂಡು ನನಗೆ ಏನು ಬೇಡ, ಅನ್ನನೂ ಬೇಡ, ಇಲ್ಲಿ ಮನೆನೇ ಬೇಡ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಅವರು ಹೊರಗಡೆ ಹೊರಟೋಗ್ತಾರಲ್ವಾ. ಸೊ ಹೊರಗಡೆ ಹೊರಟೋದಾಗ ಏನಾಗುತ್ತೆ, ಸೊ ಅವ್ರಿಗೆ ಯಾರು ಇಲ್ಲ ಅಂತ ಗೊತ್ತಾಗುತ್ತೆ, ಮತ್ತೆ ಮನೆಗೆ ಬರ್ಬೇಕು ಅನ್ಸ್ಬಿಡುತ್ತೆ. ഈ ആത്മാവിന് നമ്മുടെ ശരീരത്തിൽ ഇരിക്കാൻ ഒരു സന്തോഷവും സുഖവും ഇല്ലാണ്ട് വരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഇങ്ങനെ വ്യഗ്രത കാണിക്കും. അങ്ങനെ ഭാഗമായി ഈ ശരീരം ക്ഷയിച്ച് ഇതിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ അത് പുറത്തേക്ക് കിടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതം സംഭവിച്ചാൽ അത് പുറത്തേക്ക് പോകും. അതുമല്ലാന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തെ ഞാൻ തന്നെ പീഡിപ്പിച്ചാലും അത് പുറത്തേക്ക് പോകും. ಸೊ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ ನಮ್ಮ ಏನು ದೇಹದಲ್ಲಿ ಇರುವಂತಹ ಆತ್ಮ ಕೂಡ ಸೊ ಅದು ಹೊರಗಡೆ ಹೋಗ್ಬೇಕು ಅಂತ ಏನು ಒಂದು ಟೈಮ್ ನಲ್ಲಿ ಕಾಯ್ತಾ ಇರುತ್ತೆ. ಸೊ ಅದು ಆ ರೀತಿ ಭಾವನೆ ಬಂದಾಗ ನಮ್ಮ ಶರೀರ ಸಂಪೂರ್ಣವಾಗಿ ಕ್ಷೀಣವಾಗುತ್ತಾ ಬರುತ್ತೆ. ಆ ಕ್ಷೀಣವಾಗುತ್ತಾ ಬಂದಾಗ ಈ ಏನು ಜೀವ ಏನಿದೆ ಅದು ಎಲಾಸ್ಟಿಸಿಟಿ ತರ ಆಗ್ಬಿಟ್ಟು ಸೊ ಅದು ಅಲ್ಲಿಂದ ಹೊರಗಡೆ ಹೋಗುತ್ತೆ. ಅಥವಾ ನಮ್ಮ ದೇಹಕ್ಕೆ ಏನಾದ್ರು ಜಜ್ಜಿದಾಗ ಅಥವಾ ಏನಾದ್ರೂ ಅಪಘಾತಗಳು ಸಂಭವಿಸಿದಾಗಲೂ ಕೂಡ ಆ ಆತ್ಮ ಅಲ್ಲಿಂದ ಹೊರಟೋಗುತ್ತೆ. ശരീരത്തിന്റെ ആരോഗ്യം നമ്മുടെ നഷ്ടപ്പെട്ട്, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ സ്വാഭാവിക മരണമെന്ന് പറയും. പക്ഷെ അത് അസ്വാഭാവിക മരണമാണ്. ಸೊ ಶರೀರದಿಂದ ಏನು ಆ ಇಲಾಸ್ಟಿಸಿಟಿ ಅಲ್ಲಿಂದ ಹೊರಗಡೆ ಹೋಗೋದಕ್ಕೆ ನಾವು ಸ್ವಾಭಾವಿಕ ಮರಣ ಅಂತ ಹೇಳ್ತೀವಿ. ಆದ್ರೆ ಅದು ಅಸ್ವಾಭಾವಿಕ ಮರಣವಾಗಿರುತ್ತೆ. അത് നമ്മുടെ കയ്യിൽ ഒരു നിയന്ത്രണമില്ല. വയസ്സായി ഒന്നിനും പറ്റില്ലാണ്ടായി അത് ഇങ്ങനെ എപ്പോഴെങ്കിലും ഈ കൊച്ചുകുട്ടികൾ നടക്കുമ്പോൾ വയറിളകി പോകണില്ല, അതേപോലെ എപ്പോഴെങ്കിലും ആ ജീവൻ അങ്ങ് പുറത്തേക്ക് പോകും. ಸೊ ಅದು ನಮ್ಮ ಹತ್ರ ಆ ನಿಯಂತ್ರಣ ನಮ್ಮ ಹತ್ರ ಇರಲ್ಲ. ಸೊ ಈಗ ವಯಸ್ಸಾದವರು ಅಥವಾ ಚಿಕ್ಕ ಮಕ್ಕಳು ಏನು ಅವರ ಏನು ಬಾಡಿಯಿಂದ ಇದು ಹೋಗುತ್ತಲ್ವಾ, ಸೊ ಮೋಷನ್ ಹೋಗುತ್ತಲ್ವಾ, ಸೊ ಅದೇ ರೀತಿ ಅದಕ್ಕೆ ಯಾವಾಗ ಬೇಕೋ ಅದು ಹೋಗ್ಬಿಡುತ್ತೆ ಅಷ್ಟೇ. ഇനി ആക്സിഡന്റിൽ മരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിന് ക്ഷതം പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ വെളിയിലേക്ക് പോകും. ಇನ್ನು ಆಕ್ಸಿಡೆಂಟ್ ಅಲ್ಲಿ ಏನು ನಾವು ತೀರೋಗ್ತೀವಲ್ವಾ, ಸೊ ನಮ್ಮ ಶರೀರಕ್ಕೆ ಒಂದು ಪೆಟ್ಟು ಬಿದ್ದ ಮೇಲೆ ಸೊ ಅದು ಹೋಗುವಂತದ್ದು. അത് നമ്മുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് തന്നെ അവിടെയും ചെയ്യുന്നത്. ಸೊ ಅಲ್ಲೂ ಕೂಡ ನಮ್ಮ ಇಲಾಸ್ಟಿಸಿಟಿ ನಷ್ಟವಾಗುವಂತದ್ದು ಅಲ್ಲೂ ಆಗುವಂತದ್ದು. നമ്മൾ പീഡിപ്പിക്കുക, ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ നിൽക്കാൻ പറ്റില്ല, അപ്പോഴും പുറത്തേക്ക് പോകും. ಸೊ ನಾವು ಅದು ಪೀಡನೆ ಮಾಡ್ತೀವಿ. ಸೊ ಆತ್ಮಹತ್ಯೆ ಮಾಡುವಂತಹ ಟೈಮಲ್ಲೂ ಕೂಡ ಅಷ್ಟೇ. ಸೊ ಅದು ಒಳಗಡೆ ನಿಲ್ಲಿಕ್ಕೆ ಆಗಲ್ಲ, ಸೊ ಹಾಗೆ ಹೊರಗಡೆ ಹೋಗುತ್ತೆ. ഇതൊന്നും സമ്പൂർണ്ണ തൃപ്തിയോടെയുള്ള മരണങ്ങളല്ല. ಇದು ಯಾವುದು ಸಂಪೂರ್ಣವಾಗಿ ತೃಪ್ತವಾಗಿ ಹೋಗುವಂತಹ ಮರಣಗಳಲ್ಲ. സമ്പൂർണ്ണ തൃപ്തിയോടെയുള്ള മരണത്തെ നമ്മൾ സമാധി എന്ന് പറയും. ಸಂಪೂರ್ಣ ತೃಪ್ತಿಯಿಂದ ನಾವು ಮರಣ ಹೊಂದುವುದನ್ನ ಸಮಾಧಿ ಅಂತ ಹೇಳಲಾಗುತ್ತೆ. സമാധി. സമാധിയുടെ സംസ്കൃതത്തിലുള്ള അർത്ഥം ആരെങ്കിലും ഒന്ന് ശ്ലോകം ചൊല്ലി പറയാമോ? ആരെങ്കിലും സംസ്കൃതം അറിയാവുന്നവരുണ്ടല്ലോ. സമാ ഇതി എന്ന് പറഞ്ഞിട്ട് ശ്ലോകമൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും അറിയാമോ? സംസ്കൃത പണ്ഡിതന്മാരിവിടെ ഇല്ലേ എന്ന് പറയോ? സോറി, അപ്പൊ അതാരും ഇല്ല. നമസ്തേ ഗുരുജി. അല്ല, അത് ശ്ലോകമല്ല, ആ, സമ്യക് ധ്യായതേ ഇതി സമാധി, അതങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ? സമ്യക് എന്ന് പറഞ്ഞാൽ നന്നായി, ധ്യായത എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക. സമ്യക് ധ്യായതേ നന്നായി ധ്യാനിക്കുക, ഏറ്റവും നന്നായി ധ്യാനിക്കുന്ന അവസ്ഥ. ആ, അങ്ങനെയാണ് എന്റെ അറിവ്. അതായത് ശരീരബോധം എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഒന്നിലേക്ക് ലയിച്ച് അങ്ങോട്ട് ചേർന്ന് പ്രപഞ്ചബോധത്തിലേക്ക് ലയിച്ച് ചേർന്ന് നമ്മൾ ഇല്ലാതാകുന്ന അവസ്ഥ, ഇതാണ് സമാധി. കേട്ടോ, ശ്ലോകത്തിൽ കൂടെ കേട്ടില്ലേ? സംസ്കൃതത്തിൽ കൂടെ. എനിക്ക് സംസ്കൃതം അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ನೋಡಿ, ಅದು ಶ್ಲೋಕದಲ್ಲೂ ಕೂಡ ಅವರು ಏನು ಆ ಮೇಡಮ್ ಅವರು ಹೇಳಿದಾರಲ್ವಾ, ಸೊ ಅದೇ ರೀತಿ ನಾವು ಧ್ಯಾನದ ಮುಖಾಂತರವಾಗಿ ಏನು ಸಮಾಧಿ ಆಗೋದ್ರ ಬಗ್ಗೆ ಗುರುಗಳು ಈ ರೀತಿ ಹೇಳ್ತಿದ್ದಾರೆ. ಸೊ ನಮ್ಮ ಏನು ಈ ದೇಹ ಪ್ರಜ್ಞೆಯಿಂದ, ಈ ದೇಹ ಬೋಧದಿಂದ ಪ್ರಪಂಚ ಪ್ರಜ್ಞೆ ಅಥವಾ ಬ್ರಹ್ಮಾಂಡದ ಆ ಬೋಧ ಇದೆಲ್ಲ, ಸೊ ಅದಕ್ಕೆ ನಾವು ಹೋಗಿ ಸೇರುವಂತದ್ದು ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. നിങ്ങൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശരീരബോധം നഷ്ടപ്പെടുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് സമാധി പോകണ്ട, അതൊരു സ്ഥിരമായിട്ടുള്ള സമാധി.
ನೀವೆಲ್ಲರೂ ಮೆಡಿಟೇಷನ್ ಮಾಡ್ಬೇಕಾದ್ರೆ ನೀವು ನಿಮ್ಮ ಶರೀರ ಬೋಧವನ್ನ ನೀವು ಕಳ್ಕೊಳ್ತೀರಾ. ಸ್ವಲ್ಪ ಟೈಮ್ಗೆ ನೀವು ಕೂಡ ಆ ಸಮಾಧಿಯ ಸ್ಥಿತಿ ಏನಿದೆ ಅಂತ ಅನುಭವಿಸ್ತೀರಾ. അത് ജീവിത് സമാധി എന്ന് പറയും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമാധി അവസ്ഥയിൽ പോവും, വീണ്ടും ജീവിക്കും. ആ ജീവിതത്തിലുള്ള എല്ലാ ദിവസവും നമ്മൾ സമാധി പോവും, തിരികെ വരും, സമാധി പോവും, തിരികെ വരും. അതിന് നമുക്ക് ബോധമുണ്ടാവും, ശരീരബോധം ഉണ്ടാവും, പ്രപഞ്ചബോധം ഉണ്ടാവും. ഹാലൂസിനേഷൻ അല്ല അത്, വളരെയധികം റിയലൈസേഷനുള്ള ഹാലൂസിനേഷൻ പോലെ തന്നെയാണ്. നമുക്ക് ഹാലൂസിനേഷൻ പോലെ അനുഭവപ്പെടും, പക്ഷെ റിയലൈസേഷൻ ഉണ്ട്. ശരീരബോധം നഷ്ടപ്പെടും, പ്രപഞ്ചബോധത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയെ നമ്മൾ സമാധി എന്ന് പറയും. ನೋಡಿ ಇಲ್ಲಿ ನಾವು ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ, ನಾವು ಮೆಡಿಟೇಷನ್ ಮಾಡ್ತಾ ಇರ್ಬೇಕಾದ್ರೆ ನಾವು ಇಲ್ಲಿ ಕೂತಿರ್ತೀವಿ, ಆದ್ರೂ ಕೂಡ ನಾವು ಸಮಾಧಿ ಸ್ಟೇಜ್ ಅನ್ನ ನಾವು ಅನುಭವಿಸ್ತೀವಿ. ಅಂದ್ರೆ ಶರೀರ ಬೋಧ ಇದ್ಬಿಟ್ಟೆ ಸೊ ನಾವು ಏನು ಆ ಪ್ರಪಂಚ ಬೋಧ ಏನಿದೆ ಸೊ ಅದನ್ನ ಅನುಭವಿಸಿ ಮತ್ತೆ ಬರ್ತೀವಿ, ಮತ್ತೆ ಹೋಗ್ತೀವಿ, ಮತ್ತೆ ಬರ್ತೀವಿ. ಸೊ ಇದು ನಾವು ಮೆಡಿಟೇಷನ್ ನಮ್ಗೆ ಆಗುವಂತಹ ಒಂದು ಪ್ರಕ್ರಿಯೆ. പിന്നെ മഹാസമാധി എന്ന് പറഞ്ഞൊരു സമാധി ഉണ്ട്. അത് ശ്രീനാരായണ ഗുരുവിനെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഗുരുക്കന്മാര് സമാധിയിലിരുന്ന്, അതായത് ജീവിച്ചിരിക്കുമ്പോൾ സമാധിയിലേക്ക് പോകണമെന്ന് തീരുമാനിച്ച് അതങ്ങനെ ഇരുന്ന് സമാധിയിലേക്ക് പോയി അവരെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും വ്യാഖ്യാനിക്കാൻ പോണ്ട. മഹാസമാധി എന്ന് പറയുന്നത് അത് ഒരു അവസ്ഥയാണ്. ഇനി അതിൽ നിന്ന് തിരിച്ചൊരു വരവില്ല. So ಈಗ ಮಹಾಸಮಾಧಿ ಅಂತ ಹೇಳಿ ಇನ್ನೊಂದು ಸಮಾಧಿ ಇದೆ. ಸೊ ಅದು ಶ್ರೀನಾರಾಯಣ ಗುರುಗಳ ತರ ದೊಡ್ಡ ದೊಡ್ಡ ಗುರುಗಳು ಸೊ ಅವ್ರು ಮಾಡಿರುವಂತದ್ದು. ಸೊ ಅವರು ಆ ಸಮಾಧಿ ಆಗ್ಲಿಕ್ಕೆ ಎಲ್ಲಾ ರೀತಿಯ ಏನು ಪ್ರಿಪರೇಷನ್ ಮಾಡ್ಕೊಂಡು ಅಲ್ಲಿ ಹೋಗಿ ಕೂತ್ಕೊಂಡು ಮಾಡುವಂತಹ ಒಂದು ಸಮಾಧಿ ಅದು. ಸೊ ಅದ್ರ ಬಗ್ಗೆ ಬೇರೆ ಬೇರೆ ನೀವು ವ್ಯಾಖ್ಯಾನಿಸಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ, ಅದನ್ನ ಗುರುಗಳು ಹೇಳ್ತಿದ್ದಾರೆ. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമാധി ഉണ്ട്. തോക്ക് സമാധി, ടയർ സമാധി, വെള്ളത്തിൽ സമാധി, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആളെ മുക്കി കൊല്ലുക, വണ്ടി ഇടിച്ചു കൊല്ലുക, തോക്കും കൊണ്ട് വെടിവെച്ച് കൊല്ലുക, ഇതൊക്കെ സമാധിപ്പെട്ടതാണ്. ಕೆಲವೊಂದು ಸಮಾಧಿಗಳ ಬಗ್ಗೆ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಾರೆ, ಕೋವಿನ ಸಮಾಧಿ, ಟೈರ್ ಸಮಾಧಿ, ನೀರು ಸಮಾಧಿ ಅಂತ ಹೇಳಿ. ಅಂದ್ರೆ ಕೋವಿ ಮೂಲಕ ಗುಂಡೊಡೆದು ಸಾಯಿಸುವಂಥದ್ದು, ನೀರಲ್ಲಿ ಮುಳುಗಿ ಸಾಯಿಸುವಂಥದ್ದು, ಆಕ್ಸಿಡೆಂಟ್ ಮಾಡಿ ಸಾಯಿಸುವಂಥದ್ದು, ಇದ್ರ ಬಗ್ಗೆ. ഇപ്പൊ മനസ്സിലായില്ലേ സമാധി എന്താണ്, മഹാസമാധി എന്താണ്, ദൈവം എന്താണ്, ഗുരു എന്താണ്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ನೋಡಿ ಸ್ವಲ್ಪ ವಿಷಯಗಳು ನಿಮಗೆ ಗೊತ್ತಾಯ್ತಲ್ವಾ? ಸಮಾಧಿ ಏನು, ಮಹಾಸಮಾಧಿ ಏನು, ದೇವರೇನು, ಗುರುಗಳೇನು, ಸೊ ಇದ್ರ ಬಗ್ಗೆ ಸ್ವಲ್ಪ ಗೊತ್ತಾಯ್ತಲ್ವಾ ನಿಮಗೆ? ആ ഇതൊക്കെ കേൾക്കാൻ യോഗമുള്ളവൻ കേൾക്കും. ഞാനിത് റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഏതായാലും ഇനി നിങ്ങൾക്ക് കേൾക്കാം, പല പ്രാവശ്യം കേട്ടു നോക്കിക്കോ. ഇത് ഉദാഹരണത്തിൽ കൂടെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനെ ഞാൻ വളരെ ഹ്രസ്വമായിട്ട് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ ഒരു സാധനം മനസ്സിലാവൂല. കേൾക്കുന്നവൻ പറയും, ഓഹോ ഭയങ്കര ജീനിയസ് ആട്ടോ, ഒന്നും മനസ്സിലായില്ല, ഭയങ്കര സംഭവം എന്ന് പറയും. ನೋಡಿ ಇವಾಗ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ ಅದನ್ನ ರೆಕಾರ್ಡ್ ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ. ಸೊ ನೀವು ಮತ್ತೆ ಮತ್ತೆ ನೀವು ಅದನ್ನ ಕೇಳಿಸ್ಕೊಳ್ಳಿ. ಸೊ ಇದನ್ನ ಬರೀ ಒಂದೇ ನಿಮಿಷದಲ್ಲಿ ಹೇಳಿದ್ರೆ ನಿಮಗೆ ಅದು ಏನು ಅಂತಾನೆ ಗೊತ್ತಾಗಲಿ, ಈ ಸಮಾಧಿ ಬಗ್ಗೆ ಅಥವಾ ಈ ಗುರು ಪರಂಪರೆ ಇದ್ರ ಬಗ್ಗೆ ಏನೂ ಗೊತ್ತಾಗಲ್ಲ. ಸೊ ಹಾಗಾಗಿ ನೀವು ಏನು ಇದೆ ಸೊ ಇದನ್ನ ಮತ್ತೆ ಮತ್ತೆ ಕೇಳಿ ತಿಳ್ಕೊಳ್ಳಿ. ಸೊ ನಿಮ್ಗೆ ಅದು ಗೊತ್ತಾಗುತ್ತೆ. ಅಥವಾ ಈ ಅರ್ಥ ಆಗದವ್ರು ಏನ್ ಮಾಡ್ತಾರೆ, ಹೇಳತ್ತಿಗೆ ಓ ಇದೇನೋ ತುಂಬಾ ಸಖತ್ತಾಗಿದೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಅವ್ರಿಗೆ ಅರ್ಥನೇ ಆಗಿರಲ್ಲ. ಸೊ ಆ ರೀತಿ ಆಗ್ಬಿಡುತ್ತೆ. ഞങ്ങള് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞ മൂവി ബോംബെയിൽ വെച്ച് കാണാൻ പോയി. അപ്പൊ പടം കണ്ടേച്ച് പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ എല്ലാവരോടും ചോദിച്ചു പടം എങ്ങനെയുണ്ടെന്നൊക്കെ. പറഞ്ഞു എല്ലാവരും ഓ സോ ബ്രില്യൻ, ഫാന്റാസ്റ്റിക് മേക്കിംഗ്, ബ്ലാ 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 എന്ന് പറയാം. എന്താ അതിന്റെ കഥ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. കഥയൊന്നും ഒരു പിടുത്തമില്ല, ഭയങ്കര സംഭവമാണ്. ഒന്നും മനസ്സിലാവാത്തതിനാണ് നമ്മൾ സംഭവം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാറ്റിനെയും ഉൾപ്പെടുത്തി എല്ലാ ഉദാഹരണങ്ങളോട് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്റെ മാതൃഭാഷ ആയതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റിയത്. ഇത് ഞാൻ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇത്ര നേരം പറയാൻ പറ്റില്ല. ಗುರುಜಿ ಅವರು ಇನ್ಸೆಪ್ಷನ್ ಅಂತೇಳಿ ಒಂದು ಮೂವಿ ಹೋಗಿದ್ರಂತೆ. ಸೊ ಆ ಮೂವಿಯಿಂದ ಹೊರಗಡೆ ಬಂದ ಮೇಲೆ ಎಲ್ರೂ ಕೇಳಿದ್ರಂತೆ ಯಾವ ರೀತಿ ಇದೆ ಮೂವಿ ಅಂತ. ಇಟ್ ಇಸ್ ಫ್ಯಾಂಟಾಸ್ಟಿಕ್, ಎಕ್ಸ್ಟ್ರಾರ್ಡಿನರಿ, ಆ ರೀತಿ ಈ ರೀತಿ ಬ್ಲಾ 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 ಅಂತ ಹೇಳಿ ಸೊ ಅವ್ರು ಹೇಳ್ತಾರೆ. ಸೊ ಅದು ಏನು ಅರ್ಥ ಆಯ್ತು ಅದ್ರದ್ದು ಇದು ವ್ಯಾಖ್ಯಾನ ಮಾಡಿ ಅಂತ ಹೇಳ್ಬೇಕಾದ್ರೆ ಅವರು ಇಲ್ಲ ಅದು ಹಂಗೆ ಅದು ಅವ್ರಿಗೆ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡಕ್ ಆಗ್ತಾ ಇಲ್ಲ. ಒಟ್ಟಾರೆ ಫ್ಯಾಂಟಾಸ್ಟಿಕ್ ಆಗಿತ್ತು ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ಸೊ ಅದೇ ರೀತಿ ಇದು ನಾನು ಏನು ಉದಾಹರಣೆ ಸಮೇತ ನಿಮಗೆ ಹೇಳೋದ್ರಿಂದ ನಿಮಗೆ ಅರ್ಥ ಆಗುತ್ತೆ. ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ನಿಮ್ಗೆ ಇದೇ ರೀತಿ ಆಗ್ಬಿಡುತ್ತೆ ಈ ಮೂವಿ ನೋಡೋದ್ ತರ. ಸೊ ಅದು ಚೆನ್ನಾಗಿದೆ ಬಟ್ ಏನು ಅಂತ ಅರ್ಥ ಆಗಲ್ಲ. ಸೊ ಅದಕ್ಕೆ ಉದಾಹರಣೆ ಸಮೇತ ನಾನು ಇದನ್ನ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡಿದ್ದೀನಿ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. എനിക്ക് ആ പടം 4 പ്രാവശ്യം കണ്ടിട്ടാണ് എന്തെങ്കിലും ഒന്ന് മനസ്സിലായത്. ಆ ಮೂವಿಯನ್ನ 4 ಬಾರಿ ನೋಡಿದ ಮೇಲೆ ಏನು ಗುರುಗಳಿಗೆ ಏನೋ ಒಂದ್ ಸ್ವಲ್ಪ ಅರ್ಥ ಆಯ್ತು ಅಂತ. അപ്പൊ അന്ന് എനിക്ക് ബ്രഹ്മജ്ഞാനം ഇല്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലായേനെ. ಸೊ ಅವತ್ತು ಗುರುಗಳಿಗೆ ಬ್ರಹ್ಮಜ್ಞಾನ ಇರ್ಲಿಲ್ಲ. ಬ್ರಹ್ಮಜ್ಞಾನ ಇದ್ದಿದ್ರೆ ಅದು ನೋಡೋತ್ತಿಗೆ ಅವಾಗಲೇ ಗೊತ್ತಾಗ್ಬಿಡ್ತಿತ್ತು. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും സന്തോഷം. ഇതേപോലുള്ള നല്ല ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കൊരു ക്ലാസ്സിൽ പറയാനുള്ള വിഷയമുണ്ട്. അല്ലാണ്ട് ഈ വെറുതെ പച്ച വെളിച്ചം മഞ്ഞ വെളിച്ചം, ഞാൻ അതിനെ കണ്ടു ദൈവത്തിനെ കണ്ടു, ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. എന്റെ കയ്യിലുള്ള ನೋಡಿ ಈ ರೀತಿ സ്ഥാനത്ത് നിങ്ങൾ ചോദ്യം ചോദിച്ചാലേ എനിക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ.
ನೋಡಿ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ, ಈ ರೀತಿ ಒಳ್ಳೆ ಒಳ್ಳೆ ಕ್ವಶನ್ ಗಳನ್ನ ನೀವು ಕೇಳಿದ್ರೆ ಸೊ ಈ ರೀತಿ ಅದನ್ನ ಡೀಪ್ ಆಗಿ ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡಕ್ ಹೋಗ್ಬೋದು. ಅಲ್ಲದೆ ನೀವು ಏನು ವೈಟ್ ಲೈಟ್ ಕಂಟ್ರಿ, ಗ್ರೀನ್ ಲೈಟ್ ಕಂಟ್ರಿ, ಯೆಲ್ಲೋ ಲೈಟ್ ಕಂಟ್ರಿ ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ಇದು ನಾರ್ಮಲ್ ಆಗಿ ನಡೆಯುವಂತದ್ದು, ಅದ್ರ ಬಗ್ಗೆ ನಾನು ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡಕ್ಕೆ ಏನಿಲ್ಲ. ಸೊ ಇಂತಹ ಡೆಪ್ತ್ ಆಗಿರುವಂತಹ ಕ್ವಶನ್ ಅನ್ನ ಕೇಳಿ, ಸೊ ನನ್ನ ಜ್ಞಾನದ ಬಗ್ಗೆ ಕೇಳಿ, ಅವಾಗ ನನಗೆ ಅದನ್ನ ಹೇಳಲಿಕ್ಕೆ ಒಂದು ಸಂತೋಷ ಆಗುತ್ತೆ. ഒരു കൊച്ച് ആദ്യമായിട്ട് പിച്ച വെക്കണത് അതിന്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര കൗതുകമാണ്, ആ കൊച്ചിനും കൗതുകമാണ്. നാട്ടുകാർക്ക് അതൊന്നും ഒരു കൗതുകമല്ല അത്. ಒಂದು ಪುಟ್ಟ ಮಗು ಅಂಬೆಗಾಲಿಟ್ಟು ನಡಿಬೇಕಾದ್ರೆ ಸೊ ಅದಕ್ಕೂ ಒಂದು ಕೌತುಕ, ನೋಡಿ ನಿಲ್ಲುವಂತಹ ತಂದೆ ತಾಯಿಗಳಿಗೂ ಒಂದು ಕೌತುಕ ಇರುತ್ತೆ. ಆದ್ರೆ ಏನು ಊರವರಿಗೆ ಅದೇನ್ ದೊಡ್ಡ ವಿಷಯ ಅಲ್ಲ. നിങ്ങൾക്ക് വേണ്ടത് അറിവാണെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുക, ബ്രഹ്മജ്ഞാനം നേടാൻ വേണ്ടി ഇറങ്ങുക. അപ്പൊ നമ്മൾ സമർപ്പിച്ച് നിസ്വാർത്ഥനായിട്ട് അങ്ങോട്ട് പോകണം. അപ്പോഴേ നമ്മൾ ആ വഴിക്കൊക്കെ എത്തുള്ളൂ. അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കിണറ്റിന്റെ പക്കത്തേക്കൂടെ ഇങ്ങനെ നടക്കലേ ഉണ്ടാവുള്ളൂ. ನೋಡಿ, ನಿಮಗೆ ಅರಿವು ಅನ್ನುವಂಥದ್ದು ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ, ಆ ಬ್ರಹ್ಮಜ್ಞಾನ ಬೇಕು ಅಂತ ಹೇಳಿ ನಿಮ್ಮಲ್ಲಿ ಬಯಸ್ಬಿಟ್ಟು ನೀವು ಅದಕ್ಕೋಸ್ಕರ ನಡೀರಿ. ಅವಾಗ ಏನಾದ್ರೂ ಅನುಭವ ಸಿಗ್ತಾ ಇರುತ್ತೆ, ಅದರ ಕಡೆಗೆ ನೀವು ಏನು ಆ ಗುರಿಗೆ ನೀವು ತಲುಪಬಹುದು. ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಒಂದು ಬಾವಿಯ ಸುತ್ತ ಸುಮ್ಮನೆ ಸುತ್ತುತ್ತಾ ಇರುವಂಗೆ ನೀವು ಸುತ್ತಾಡ್ತಾ ಇರ್ಬೇಕಾಗುತ್ತೆ. ബ്രഹ്മജ്ഞാനത്തിന്റെ സുഖം അറിഞ്ഞാൽ വെളിയിൽ നിന്നല്ല പിന്നെ ഒന്നിന്റെ സുഖം കിട്ടുന്നത്. എല്ലാ സുഖവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ನೋಡಿ, ഒന്നിനും പുറത്തേക്ക് തേടി പിന്നെ പോണ്ട. ಬ್ರಹ್ಮಜ್ಞಾನದ ಒಂದು ಸುಖ ಸಿಕ್ಕಿದ್ರೆ ಸೊ ನೀವು ಹೊರಗಡೆಯಿಂದ ನಿಮಗೆ ಯಾವ ಸುಖ ಸಿಕ್ಕಿಯೂ ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ. ಎಲ್ಲ ಸುಖವು ನಮ್ಮ ಒಳಗಡೆಯಿಂದ ಸಿಗುತ್ತೆ. ಸೊ ಆ ಸುಖಕ್ಕಿಂತ ಹೊರಗಡೆ ಸುಖ ಯಾವುದೂ ಅಲ್ಲ ಅಂತ. ഉദാഹരണത്തിന് മദ്യത്തിന്റെ സുഖം എന്താന്നുള്ളത് നമുക്ക് ബ്രഹ്മജ്ഞാനിക്ക് കുടിച്ചു നോക്കണ്ട, അതിങ്ങനെ പ്രപഞ്ചം അനുഭവിപ്പിച്ചു തന്നോളൂ. സിഗരറ്റിന്റെ അല്ലെങ്കിൽ കഞ്ചാവിന്റെ സുഖം നമുക്ക് അറിയാൻ വേണ്ടി ഒരു സാധനവും വലിച്ചു നോക്കണ്ട, ഇരുന്നാ മനസ്സിലാവും. ഇനി ഏതെല്ലാം സുഖങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്, ഏതൊക്കെ സുഖമുണ്ടോ അതൊക്കെ ഇങ്ങനെ ലിസ്റ്റ് എഴുതിയിട്ട് ബ്രഹ്മജ്ഞാനി ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ആസ്വദിക്കാൻ പുറത്തേക്ക് പോകണ്ട. എല്ലാം നമുക്ക് സ്വയമേ നമുക്ക് അനുഭവിച്ച് നമ്മൾ അതിൽ തന്നെ സന്തോഷമായി അറിവിൽ അലിഞ്ഞ് അറിവായി തന്നെ തീർന്ന് അറിവായി തീർന്നു പോകും. അറിവായി അമർന്നില്ലാണ്ടാവും. ನೋಡಿ, ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದಾರೆ ಅಂತಂದ್ರೆ, ಈಗ ನಿಮಗೆ ಹೊರಗಡೆಯಿಂದ ಏನು ನೀವು ಮದ್ಯಪಾನ ಮಾಡ್ತೀರಾ, ಧೂಮಪಾನ ಮಾಡ್ತೀರಾ, ಅಥವಾ ಏನು ಈ ಗಾಂಜಾದ ಟೇಸ್ಟ್ ಎಲ್ಲ ನೋಡ್ತೀರಲ್ಲ, ಸೊ ಒಬ್ಬ ಬ್ರಹ್ಮಜ್ಞಾನಿ ಆದವನಿಗೆ ಆ ಟೇಸ್ಟ್ ಅನ್ನ ತನ್ನ ಒಳಗಡೆನೆ ತಿಳ್ಕೋಬಹುದು. ಅರಿವಿನಲ್ಲಿ ಅರಿವಾಗಿ ಆತ ತೀರ್ತಾನೆ. ಸೊ ಹಾಗಾಗಿ ಆತ ಹೊರಗಡೆ ಏನು ನಿಮಗೆ ಏನು ಟೇಸ್ಟ್ ಗಳಿದೆ ಅಥವಾ ಏನು ನಿಮಗೆ ವಿಷಯಗಳಿದೆ, ಸೊ ಅದೆಲ್ಲವೂ ತನ್ನ ಒಳಗಡೆಯಿಂದ ಗೊತ್ತಾಗುತ್ತೆ. ಆ ಸುಖಗಳು ಕೂಡ ಸೊ ಹೊರಗಡೆಯಿಂದ ಏನ್ ಸುಖ ಸಿಗುತ್ತೆ ಅದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಿನ ಸುಖ ಒಳಗಡೆಯಿಂದ ಸಿಗುತ್ತೆ ಅಂತ ಗುರುಗಳು ಹೇಳ್ತಿದ್ದಾರೆ. പാണ്ഡു മഹാരാജാവ് ബ്രഹ്മജ്ഞാനി ആയിരുന്നില്ല, അതുകൊണ്ടാണ് പലരും വന്നിട്ട് മോഹം കാണിച്ച് തല പൊട്ടിത്തെറിച്ച് പോണ്ടി വന്നു. ബ്രഹ്മജ്ഞാനി ആണെന്നുണ്ടെങ്കിൽ ഒന്നിനോടും മോഹം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് ശരീരത്തെ നിലനിർത്താൻ, ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്റേണൽ സിസ്റ്റങ്ങൾ പ്രവർത്തിക്കണം. അതും ഒരു മോഹം തന്നെയാണ്. ഭക്ഷണം കഴിക്കാൻ മോഹം ഉണ്ടായിട്ടാണ് അത് കഴിക്കുന്നത്. അത് മോഹമില്ല എന്നുണ്ടെങ്കിൽ ഒരില പറിച്ച് കഴിച്ച് ആ ജീവിതം അങ്ങനെ അങ്ങ് പോകും. ನೋಡಿ, ಈ ಪಾಂಡು ಮಹಾರಾಜರು ಏನಿದ್ದಾರೆ ಸೊ ಅವರು ಬ್ರಹ್ಮಜ್ಞಾನಿ ಆಗಿರ್ಲಿಲ್ಲ. ಸೊ ಹಾಗಾಗಿ ಅವರ ತಲೆ ಒಡೆದು ಚೂರಾಗುವಂತಾಯ್ತು. ಸೊ ನಮಗೆ ಏನು ಆಹಾರ ಸೇವನೆ ಕೂಡ ಸೊ ಅದು ಒಂದು ಮೋಹನೆ. ಆ ಮೋಹನು ಕೂಡ ನಮ್ಮಲ್ಲಿ ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಜಸ್ಟ್ ಒಂದು ಎಲೆ ತಿಂದ್ರೆ ಸಾಕು, ನಮ್ಮ ದೇಹಕ್ಕೆ ಅದೇ ಸಾಕು ಅಂತ. അപ്പൊ ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ಇಂದಿನ ತರಗತಿ ಮುಗಿದಿದೆ. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರಗಳು. ಮುಂದಿನ ತರಗತಿಯಲ್ಲಿ ಭೇಟಿಯಾಗೋಣ.